കുഞ്ഞ് പെൺകുട്ടികളോട് എങ്ങനെ ഇടപെടണം, മുതിർന്ന സ്ത്രീകളോട് എങ്ങനെ ഇടപെടണം, അമ്മയേക്കാൾ പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, വിവേകം ഉണ്ടാകുമെന്ന്. ചില ഭാഷന്മാർക്ക് വിവേകമല്ല. പ്രായമുള്ള വല്യമ്മച്ചയെ കയറിയ സഹോദരി, തങ്ക സഹോദരി, എന്തുവാ തങ്ക സഹോദരി, അമ്മയുടെ പ്രായം, അതാ അങ്ങനെ അമ്മയുടെ പ്രായമുള്ള അമ്മച്ചിയെ കയറിയ തങ്ക സഹോദരി. എന്നിട്ട് അപ്പുറത്തെ കൊച്ചമ്മയെ കയറിയോ അമ്മച്ചി. എടാ, നിനക്ക് വിവേകം ഉണ്ടായോ ഇതുവരെ? നീ 50 കൊല്ലമായിട്ട് പ്രസംഗിച്ചു തന്നെ നിനക്ക് കാക്കാച്ചിന് വിവേകമുണ്ടോ? അമ്മ ഏതാ, പെങ്ങളേതാ, വല്യമ്മ ഏതാ, വല്യപ്പൻ ഏതാന്ന്? പ്രായമുള്ളൊരു വല്യപ്പൻ സഭ ഇരിക്കുക, തോമാ സഹോദര. അതിന്റെ അപ്പുറത്തെ അപ്പനെ കയറിയോ അവറാച്ചായൻ പ്രാർത്ഥിച്ചാട്ടെ, അവറാച്ചായൻ. മറ്റേതാരാ തോമാ സഹോദരൻ. എടാ, നിനക്ക് വിവേകമുണ്ടോ? ബലത്തിന്റെ ആത്മാവ, അല്ലാതെ ആത്മാവിലായി താഴെ വീടുകല്ല. ആത്മാവ് നിറഞ്ഞ തങ്ക താണ്ട നിറയെ കിടക്കുന്നു ഉണ്ട് വീഴ്ചവൻ ആത്മവിവശത. ഉണ്ണെ അത് ഈ പാവം പിടിച്ച സഹോദരിമാർ ഇത് കാണുമ്പോ അവരോർക്കുന്നത് നെഞ്ചു വിലങ്ങി നിൽക്കുകയാണ്. ഉണ്ണെ അതുങ്ങൾ അണ്ണ അടുത്തിരിക്കുന്ന മേര് അണ്ണ തങ്ക ഈ ശബ്ദം കണ്ടോണ്ട് അപ്പുറം പുറകിൽ കൂട്ടം ബഹളം. അവൻ മയക്കി വെച്ചു വണ്ടിയെ കയറി പോവുകയും ചെയ്തു. നീ അവിടെ മലന്ന് കിടക്ക്. ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ ആരാണ്? ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് സകലത്തെയും ജയിച്ചവന്. ഇവിടെ വന്ന സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പരാജയപ്പെട്ടതാണ്. മേരി ബനിഞ്ഞ പണ്ട് പാടിയ വരി നമുക്കറിയാം. പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ മിടുക്കന്മാരൊക്കെ ഒത്തിരി വന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന്. സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ചെന്നാ പറയുന്നത്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കുമെന്ന്. ആ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന്. കണ്ടംപൂച്ചെ പേടി. അതാ ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാ, പലതിലും തോറ്റതാ. പേര് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല, വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പ്രസിദ്ധനായ തത്വചിന്തകനാ. അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്ക് ഭാര്യയെ ഭയമല്ല, എന്നാലും ഭാര്യയുടെ മുമ്പിൽ പലപ്പോഴും പുള്ളി അങ്ങ് പരാജയപ്പെടുക. നല്ല മനുഷ്യനാ. അപ്പം ഒരിക്കലെ വായിച്ച് ധ്യാനിച്ച് വരുന്നപ്പോൾ ഭാര്യ വെള്ളം കോരി അങ്ങ് ഒഴിച്ചു. ആ പുസ്തകവും എല്ലാം അങ്ങ് നനഞ്ഞു. പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിച്ചു. പുള്ളി പറഞ്ഞു, നല്ലൊരു മഴ പെയ്ത് തീർന്നെന്ന്. പുള്ളി അതിനെ അങ്ങനെ നേരിട്ടത്. വെള്ളം കോരി അവർ തലയിലൊഴിച്ചാൽ പറഞ്ഞു, നല്ലൊരു മഴ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഇടി കൊടുക്കും. ആ, മഴയുടെ കൂടി ഇടിയുണ്ടല്ലോ. അതിനെ അതിജീവിച്ചു. പക്ഷെ പരാജയമാണ്. എന്നാൽ ജയിച്ച ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുത്തെ ജനനം തന്നെ ജയമല്ലേ. അവിടുന്ന് ജനിക്കാതിരിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. സ്തോത്രം. എങ്കിലും കൃത്യ സമയമായപ്പോൾ അവിടുന്ന് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ എനിക്ക് ഈ മൈക്ക് ഒരു സുഖം വരുന്നില്ല. ഇത് വേറെ ഒരെണ്ണം തരാം. മുഴങ്ങുന്നത് പോലെ തോന്നുന്നു. മോണിറ്റർ എനിക്ക് ഇതിന്റെ ഈ വകുപ്പൊന്നും പറയാൻ അറിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. അപ്പൊ നിങ്ങളത് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റും. അപ്പൊ അവര് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ അവിടുന്ന് ഈ ഭൂമിയിൽ പൂജാതനാകാതിരിക്കാൻ തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. പക്ഷെ അതിനെ മുഴുവൻ പരാജയപ്പെടുത്തി കൃത്യം സമയത്ത് വചനം ജഡമായി ആ കന്യകയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി കാലം അങ്ങോട്ട് തികഞ്ഞപ്പോൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ കൃത്യ ടൈമിൽ അവിടുന്ന് തിരുപ്പിറവിയെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതന.
സ്തോത്രം. കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിന്റെ തിരുജനനം. അപ്പോൾ എല്ലാത്തെയും ജയിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ജയിച്ച് പാപത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ച് 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 ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന ആരും മരണത്തെ ജയിച്ചിട്ടില്ല, ജയിക്കത്തുമില്ല. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ജയാളി. അതുകൊണ്ട് ജയിച്ചവനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നീ നിന്നാൽ നിനക്കും ജയം നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യമാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വെളിപ്പാട് പുസ്തകം ഈ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകത്തില്ല. അതൊന്നും പറയാൻ ഞാൻ ആളുമല്ല. അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞേച്ച് ഉടക്കുണ്ടാക്കേണ്ട കാര്യമല്ല. അറിയാവുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഇരിപ്പോണ്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യം പറയുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും ശാന്തമായിട്ടിരുന്ന പുള്ളി നമുക്കറിയാവുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്, ഉടക്കുണ്ടാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം എത്ര പുസ്തകം? 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകവും തെറ്റുകൂടാതെ ഓർഡറിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ഇങ്ങനെ ക്രമത്തിൽ പറയാൻ, മലാക്കി വെളിപ്പാട് വരെ പറയാൻ, തെറ്റാതെ പറയാൻ അറിയാവുന്നവര് വളരെ ചുരുക്കമാണ്. ഞാൻ പറയിപ്പിക്കത്തൊന്നുമില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്. പുസ്തകക്രമം പറയാൻ പറഞ്ഞാൽ കോഴയും സെക്രട്ടറിയാ. പക്ഷേ ബേബി, നീ 2 പേനായും ബുക്കുമായിട്ട് വെറുതെ നടക്കുക. നീ അതുകൊണ്ട് ഈ കൺവെൻഷൻ തീരുന്നതിന് മുന്നെങ്കിലും പുസ്തകക്രമം പുള്ളിയാണ് സെക്രട്ടറി. മറ്റേ പുള്ളി പ്രസിഡന്റ്. അയാൾക്ക് നഹും വരുമ്പോൾ തപ്പല. ആള് കളിച്ച് നടക്കുന്ന കണ്ടാ ഓർക്കും പുള്ളി. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പുസ്തകക്രമം, പാട്ടുകാർക്കല്ല. അല്ല, നമ്മുടെ പുസ്തകത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. സുബിനെ, അല്ല, ഞാൻ കുറ്റമായിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കത്. ചില ഇടങ്ങളിൽ സുവിശേഷ വേലക്കാർക്ക് പോലും തിട്ടമില്ല. ഞങ്ങൾ പറയിപ്പിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ കയറി. ഇത്ര മഹനീയമായ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്നെ കേൾക്കുന്ന ഈ അടിമാലിയിൽ ഉള്ള ദൈവമക്കളോടും ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും ഞാൻ കൂടെ പറയുക, ഇത് കയ്യിൽ വന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതെടുത്തത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഈ പുസ്തകത്തിലെ വാക്യം ഇത് പ്രമാണിക്കുകയാണ്. പിന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാണ്. ചെല്ലുന്നിടത്തല്ല ചില പറഞ്ഞ ഞങ്ങൾക്ക് അത്രയും ഭാഗ്യം വേണ്ടെന്ന്. സ്തോത്രം. ഇതുപോലൊരു പുസ്തകം, ഇത് മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പുസ്തകം. എവിടെയും കൊണ്ടുപോയി ഈ പുസ്തകമായിട്ട് എവിടെ വേണേലും ഈ പുസ്തകം കൊണ്ട്. ഇപ്പം ചില ഉപദേശന്മാർ യോഗത്തിന് പോലും പുസ്തകം കൊണ്ടുവരികയല്ല. വെറുതെ വെടിക്കെട്ടുകാരൻ വരുമ്പോൾ ഇനി വരിക. നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം എല്ലാം ഒന്ന് പൊക്കിക്കേ. ഇത്രയും പേര് കൊണ്ടുവന്നല്ലോ. എന്തിയാ സുഖന്റെ വേദപുസ്തകം? ബാഗിനകത്ത് നിന്ന് എടുക്കണ്ടേ ഇനി പല്ലേ? പിന്നെ ഇതെല്ലാം കൂടെ മൊത്തം പൊഴയും. നമ്മുടെ വേദപുസ്തകം വേദപുസ്തകമില്ലേ? എന്നാ ഇത് പൊക്കിക്കും. സ്തോത്രം. ബാഗിനകത്താണ്.
അതിനെ അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. ഈ പുസ്തകം ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. സാക്ഷ്യമെല്ലാം വിവരിക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാ രക്ഷിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അന്ന് എൻ്റെ നെറ്റി കളവക്കുറിയുണ്ട്. ഒന്നല്ല 4 ഉണ്ട്. ശരീരത്തും എല്ലാം ഉണ്ട്. ഒരൊറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. ഇതുപോലെ 2-ാം മുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പ്രായമുള്ളവർക്കും പഴയ ആൾക്കാർക്കും അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇവിടെ എല്ലാം കളവക്കുറിയുണ്ട്. പ്രസാദവും കയ്യിലിരിപ്പുണ്ട്. വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് തൊട്ട് താഴെ നിന്ന സാധാരണ മിക്കപ്പോഴും നമസ്കരിക്കുന്നത്. ഞങ്ങൾ 2-3 പേരാ ചിലപ്പോൾ അതിനകത്ത് കയറുന്നത്. ശ്രീകോവിലിനകത്തല്ല, അതിന് താഴെ. അതൊന്ന് നമ്മുടെ വിശ്വനാഥച്ചാൻ്റെ അപ്പൻ്റെ പേര് ഞാൻ മറന്നുപോയി. 71 അവിടുത്തെ അപ്പച്ചൻ. പിന്നെ ഞാൻ, പിന്നെ എൻ്റെ വല്യപ്പച്ചനുണ്ട് കണ്ടത്തിൽ ഗോപാലൻ. അതിനകത്ത് കയറി നിന്ന മിക്കപ്പോഴും. അപ്പം കളവക്കുറിയുണ്ട്. ഇതുപോലൊരു 2-ാം മുണ്ട് ഇട്ടിട്ടുണ്ട്. അതിങ്ങനല്ല, വേറെ രീതിയിലാണ്. അങ്ങനെ ദീപാരാധന കഴിഞ്ഞ് വൃശ്ചിക മാസമാണ്, കെട്ടുമുറുക്കുന്ന സമയം. ചിലര് കെട്ടുമുറുക്കി മലയ്ക്ക് പോയി. അതിനുശേഷമായിട്ട് മുറ്റത്ത് നാമജപമുണ്ട്. അപ്പം ഞാനും കൂടി ഇരുന്ന് നാമം ജപിക്കും. അതിനുശേഷമായിട്ട് നാമജപം കഴിഞ്ഞ് പ്രസാദം തരും. അത് കഴിച്ചു. ഈ അവലും മലരും ശർക്കരയും പഴവും എല്ലാം കൂടെ ഒന്ന് ഞെരടും. അത് പൂജയ്ക്ക് വെച്ചതാ. അത് ഒടുവിലൊന്ന് അതും കൂടെ ഒക്കെ ഉന്നം വെച്ചായി നിൽക്കുന്നത്. ആരാവിടെ നിന്ന് വർത്താനം പറഞ്ഞത്? അമ്മയും കഴിച്ചായിരുന്നോ? ഞാൻ നേരത്തെ കഴിച്ചോ? ഇനിയും കഴിക്കുമെന്നോ? അപ്പൊ ഇതെല്ലാം പ്രസാദമെല്ലാം വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അന്ന് വിവരിക്കുന്നില്ല, സുഖമില്ലാതെ പ്രയാസപ്പെട്ട സമയമാണ്. ടൈഫോയിഡ് എല്ലാം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റായി. വേറെ അസ്വസ്ഥതകൾ പലതുണ്ട്. ചികിത്സകളെല്ലാം ചെയ്തെങ്കിലും ഭേദം വരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക്, എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അതുമായിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്തൊരു യോഗം. ദൂരെ നിന്ന് വീക്ഷിച്ചു. ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കും. ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അസുഖത്തിന്റെ കാഠിന്യവും മാനസിക ബുദ്ധിമുട്ട് അലട്ടിയത് കൊണ്ട് ഒരു പയ്യനോട് പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻപോട്ട് ചെന്നു. അന്ന് രാത്രി അവിടെ കൂടിയിരുന്ന ദൈവദാസന്മാർ പലരുണ്ടായിരുന്നു. അതിൽ വിശേഷമായിട്ട് മൺമറഞ്ഞു പോയി തകഴി തങ്കച്ചായൻ. അവരെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാര് ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. എൻ്റെ ആ മരണഭീതി, അന്നേരം ഉണ്ടായിരുന്ന മരണഭീതി എല്ലാം വലിയ സമാധാനമുണ്ടായി. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ TPM-കാർ പാടുന്നൊരു പഴയ പാട്ടുണ്ട്. നല്ല പാട്ടാണ്. വരി പെട്ടെന്ന് 2 വരിയെ പാടാൻ നേരമുള്ളൂ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണ
ദൂതനരിയുവാൻ അരികിൽ ഇരുളിലായ ദുരിതമോടെ കരയുന്നതിൽ കണ്ടു വീണ്ടൻ അരുമനാഥനെ അൻപിതോ യേശുനായക അൻപിതോ ഏഴയ്ക്കായി നിൻ ജീവനെ അൻപിതോ യേശുനായക അൻപിതോ ഏഴയ്ക്കായി നിൻ ജീവനെ. ശ്രദ്ധിക്കുക, അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഉദ്ദേശം ഒരു രാത്രി 11:15 കഴിഞ്ഞെന്നാ തോന്നുന്നത്. അന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകും. അവിടെ ഇരുന്ന ഉപദേശിമാരാരും എന്നോടൊന്നും പറഞ്ഞില്ല, ഇന്നത് ചെയ്യണം ഇന്നതുപോലെ ഒന്നും വേണ്ടിയില്ല. ആ രക്ഷകയുടെ സന്തോഷം അകത്ത് വന്നപ്പോൾ പല കാര്യവും വേണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. കളമക്കുറി തൂക്കാനൊന്നും തങ്കച്ചായൻ പറഞ്ഞില്ല, ഞാൻ തന്നെ തൂത്തറ. അന്ന് മീശ വെക്കാനായില്ല, അല്ലേ? പൊടി 13 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു. ഞാൻ തന്നെ തീരുമാനിച്ചു വേണ്ട. സ്തോത്രം. പിന്നീട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അനേക കാര്യം ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നീട് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവദാസന്മാർ നന്നായിട്ട് ശുശ്രൂഷിച്ചപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യം മനസ്സിലായി. ഇപ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. ഇതാരും നിർബന്ധിച്ചതല്ല, മതം മാറ്റിയതൊന്നുമല്ല. സ്തോത്രം. ഇത് മതം മാറ്റുന്ന പരിപാടി അല്ലല്ലോ. നിന്റെ മനസ്സിനകത്തെ കാടകന്നിടാൻ പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ എന്നെ വിടുവിച്ച് സൗഖ്യമാക്കി രക്ഷിച്ച യേശു ഇന്ന് രാത്രി സൂക്ഷം നീ സമർപ്പിച്ചാൽ നിന്നെയും വിടുവിക്കും. അതിനൊരു തർക്കവുമില്ല. അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ. അപ്പം അങ്ങനെ ഈ പുസ്തകം കയ്യിലെടുക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഇന്നലെ കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഓർത്തു, ഈ പുസ്തകം എടുത്തതാ അതാണ് ശരിയെങ്കിലും ഓർപ്പിച്ചു. ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ പിതാവിന് കല്ല് ഷാപ്പിലെ ഒരു ചെറിയ ജോലിയായിരുന്നു. യൂണിയനിൽ പെട്ടതാണ്. ചെത്തുതൊഴിലാളി യൂണിയനിൽ പെട്ട ആളായിരുന്നു എൻ്റെ പിതാവ്. കല്ല് ഷാപ്പിലെ ജോലിയായിരുന്നു. ഞാൻ മിക്കപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്, പഠിക്കാൻ ഞാൻ അത്ര പോരായിരുന്നു. എൻ്റെ മാർക്കൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. നിങ്ങളുടെതും പറയണ്ട. നിങ്ങൾ മിക്കവാറും നമ്മുടെ മാർക്ക് ചോദിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് 2 ആഗ്രഹമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹം പഠിത്തത്തിലൊരു മെച്ചം കിട്ടുക എന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ പിന്നീട് എൻ്റെ ആഗ്രഹം അന്നത്തെ രീതി അനുസരിച്ച് ഭാഗവതമോ രാമായണമോ ഒക്കെ പഠിച്ച് വായിച്ച് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കാൻ പോകുമല്ലോ, എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂജാവിധികൾ പഠിക്കാനായിട്ട് അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. ഒന്നെങ്കിൽ ആ നിലയിൽ പോകണം. അതല്ലെങ്കിൽ കാരണം എല്ലാവരും ഒന്നും എല്ലായിടത്തും എടുക്കത്തില്ല, എല്ലാവരും ഒന്നും എല്ലായിടത്തും കയറ്റുകയില്ല. മനസ്സിലായില്ല? ഇപ്പം ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ എല്ലാവരെയും ഒന്നും എല്ലാ സ്ഥലത്തും എടുക്കത്തുമില്ല, എല്ലാ കാര്യവും എല്ലാവരെയും ഒന്നും പഠിപ്പിക്കത്തുമില്ല, എല്ലായിടത്തും എല്ലാവരെയും ഒന്നും കയറ്റുകയില്ല. ഇപ്പം അതേ പറയാൻ ഒക്കത്തുള്ളൂ. അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിച്ചാൽ യോഗം കഴിഞ്ഞ് വരുമ്പം വിശദീകരിക്കാം. മനസ്സിലായി കാണും. അപ്പൊ എൻ്റെ ചിന്ത മിക്കവാറും ആ രീതി പഠിക്കാനോ പഠിപ്പിക്കാനോ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരികയില്ല. അങ്ങനെ എങ്ങാനും തടസ്സം വന്നാൽ ഒന്നെങ്കിൽ അപ്പൻ ക്ഷീണിതനാകുമ്പോൾ, അല്ലെ അപ്പൻ മാറ്റപ്പെടുകയോ,
അല്ലെങ്കിൽ അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ സൂക്ഷ എനിക്ക് കിട്ടും, കാരണം യൂണിയൻ തൊഴിലാളി ആയതുകൊണ്ട് അത് മക്കൾക്ക് കിട്ടും. അപ്പം എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ യൂണിയൻ തൊഴിലാളിയാ, ഈ സപ്ലയർ, കള്ളും കപ്പയൊക്കെ എടുത്തു. അപ്പം ഒന്നെങ്കിൽ അതായിരുന്നു ഇഷ്ടം, അത് കിട്ടിയില്ലെങ്കിൽ സൂക്ഷം. പക്ഷെ അത് രണ്ടും ഒത്തില്ല, ഇതാണ് ഒത്തത്. സ്തോത്രം. സ്വർഗസുഖം അണുവള്ളമും അനുഭവമാക്കാൻ, സ്വർഗസുഖം അണുവള്ളമും അനുഭവമാക്കാൻ യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം, സർവ്വലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. ഞാൻ അങ്ങനെ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും വിശേഷിച്ച് പ്രമാണിക്കുന്നതും വലിയ ഭാഗ്യമാണ്. പ്രസംഗത്തെക്കാൾ കുറച്ചുകൂടെ എഫക്റ്റ് ഇത് പ്രമാണിക്കുന്നതാണ്. അതാ, അത് എല്ലാവരെ കൊണ്ടൊന്നും ചിലപ്പോൾ ഒത്തന്ന് പോയിന്റ് ഇട്ടൊക്കെ നമുക്ക് പറയാനറിയാം, പക്ഷെ പോയിന്റ് ഇട്ട് ജീവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കണ്ണൻ പാസ്റ്റല്ലയോ? ഞാൻ ലൈവ് കേട്ടായിരുന്നു. കണ്ണൻ പാസ് നമ്മുടെ പഴയ ആളാണ്, ഇപ്പം അടിമാലിക്കാരനായി. സ്തോത്രം. ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത്. സ്തോത്രം. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. സ്നേഹത്തെ പറ്റി പ്രസംഗിക്കാം. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, നിന്നെ പോലെ വേപിടിച്ചോ വേറെ കൊണ്ടോടാ. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, എന്നിട്ട് സബ്ജക്റ്റ് എന്നാ? അഗാപ്പേ. നിനക്കെല്ലാം പേയാ. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കൂട്ടായ്മ, കൊയിനോനിയ. മൂലഭാഷ അങ്ങനെയാണോ? എന്തോ കൊയിനോനിയ. എന്നിട്ട് ഒരു സാധുവായി ഒരുത്തൻ യോഗം വെച്ചാ വലിയ പുള്ളിക്കാരും പോവുകയല്ല. നീ ആണോടാ കൊയിനോനിയ? ഉണ്ട് ചോദിക്കും നമ്മുടെ ആളാണോ എന്ന്. ഇവിടെ പിന്നെ എല്ലാവരും കൂടെ ചേർന്നായതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാ, നിങ്ങൾക്കറിയാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയാ മിക്കവാറും കൊയിനോനിയ. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ അവിടെ പോ, അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുക. ഏതാ നീ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളരുത് കേട്ടോ. അവിടെ അങ്ങനെ ഇരുന്നോണം. അപ്പൊ ശ്രദ്ധിച്ചേ, തിയറി നല്ലതാ, ജീവിതത്തിൽ പകർത്തുന്ന ആ ബുദ്ധിമുട്ട്. ഞാൻ പറയാറുണ്ട്, ജീവിതം കൊണ്ട് തെളിയിക്കണം നീ ദൈവ പൈതലാണെന്ന്, ഒരു ശുശ്രൂഷകനാണെന്ന്. എന്റെ ഭാഷ പറഞ്ഞാൽ ജീവിതം കൊണ്ട് തെളിയിക്കണം നീ പെന്തിക്കോസാന്ന്. സ്തോത്രം, സ്തോത്രം.
വലിയ ബാനർ കെട്ടിയേച്ചേ. ഞാൻ കുറ്റം പറയൽ, തെറ്റിദ്ധരിക്കരുത്, എന്നെ ക്ഷമിക്കണേ. ഇരുമ്പുപാലം വരെ റാലി നടത്തിയത് കൊണ്ട് നല്ലതാ, റാലിക്ക് എല്ലാവരും വരണേ. സ്തോത്രം. ജീവിതം കൊണ്ട് തെളിയിക്കണം ഐക്യതയുണ്ടെന്ന്. സ്തോത്രം. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല, വിടുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇത് വായിക്കാനും എടുക്കാനും പറയാനും പ്രസംഗിക്കാനും വിശേഷിച്ച് പ്രമാണിക്കാനും ഇടയാകുന്നത് ആ ഭാഗ്യം. അങ്ങനെ ശ്രേഷ്ഠമേറിയ ഈ 66 പുസ്തകം, 66 ഉള്ളേ. ചില ആൾക്കാര് കുറച്ചുകൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതാരാന്ന് പറയണ്ട, അവരെ കാണുമ്പോൾ അറിയാം കൂടുതൽ ചേർത്തന്റെ. 66 കൂടുതലുള്ളത് കൊണ്ട് അവരെവിടെയെങ്കിലും ചെല്ലുമ്പം വണ്ടി നിർത്തുമ്പോഴേ അത് 66 കൂടിയത് കൊണ്ടാണ്. 66 കൂടുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ച പല സ്ഥലത്തും പൊത്തോന്ന് വീടുന്നത്. 66 അധികം ഞാൻ പറയുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ? ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. അതെ, ഈ പുസ്തകത്തിലെ ആദ്യ പുസ്തകം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതിന്റെ താരതമ്യ പഠനം വളരെ ശ്രേഷ്ഠമാണ്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ. ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഓടിച്ച് ഒന്ന് അപഗ്രഥിച്ച് പറയുമ്പോൾ ദൈവദാസന്മാർക്കൊക്കെ അറിയാം, ഓരോ അധ്യായവും പെട്ടെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ഓരോ വിഷയങ്ങളായിട്ട് വിഭജിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ എളുപ്പമുണ്ട് പഠിക്കാൻ. ഇനി ഈ അധ്യായം അങ്ങോട്ട് വിഭജിക്കുമ്പോൾ ഇത് ദൈവം പറഞ്ഞ ഒന്നുമല്ല, നമ്മളത് പഠിച്ചപ്പം അല്ല, ദൈവം പറഞ്ഞിട്ടില്ല 1-ാം അധ്യായത്തിൽ ഇന്നത് ആവശ്യം, 2-ാം അധ്യായത്തിൽ അത് ദൈവം പറഞ്ഞ ഒന്നുമല്ല. അത് നമ്മളെല്ലാം കൂടി ഇരുന്ന് നമ്മുടെ എളിയ ബുദ്ധിക്കനുസരിച്ച് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒപ്പിച്ചതാണ്. അല്ലാതെ വെളിപ്പാട് 11 വിഷയം ഇന്നതാണ്, അത് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. എന്നാലും പോകുന്നില്ലെന്ന് ആരാണ്ട് പറയുന്നുണ്ട്, അവര് പോകണ്ട. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം. ഏത് പറഞ്ഞാൽ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. മൊത്തം 7 മുദ്ര ആണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വിശേഷത 7കളുടെ പുസ്തകമാണ്. ധാരാളം 7 എന്നുള്ള കണക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം 7കൾ. 7 സഭ, 7 നക്ഷത്രം, 7 നിലവിളക്ക്, 7 ദൂതന്മാര്, 7 ആത്മാക്കള്, 7 കണ്ണ്, 7 തല, 7 മല, 7 മുടി, 7 രാജമുടി. ഇങ്ങനെ 7കളുടെ ഒരു നല്ല പട്ടിക ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നവര് ഇത് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് 7കളുടെ പുസ്തകം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 2-3 അധ്യായത്തിൽ 7 സഭ, എപ്പസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭ. ആ 7 സഭയ്ക്കുള്ള ദൂതാണ് 2-3 അധ്യായം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരായ 144,000 പേര്. അത് നമ്മുടെ കാര്യമൊന്നുമല്ല, നീ അടഞ്ഞ് ചാടരുത്. എട്ടാം അധ്യായം പഠിക്കുമ്പോൾ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായിട്ടും തുടർന്നുള്ള സംഭവങ്ങളാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്.
9-ാം അധ്യായം നമുക്കറിയാം, യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അഴിച്ചുവിടും. 10-ാം അധ്യായത്തിൽ ഒരു ചെറിയ പുസ്തകം കാണാം, അത് വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം പഠിക്കുമ്പോൾ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 2 സാക്ഷികൾ. അത് മോശ ഏലിയാവാന്ന് പറയുന്നു. ഏലിയാവും ഹാനോക്കും ഇവരാരുടെയും കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അതും കണ്ടോണ്ട് കിടന്ന് ചാടരുത്. മോശയല്ല, ഏലിയാവും അല്ല, ഹാനോക്കും അല്ല. അവിടെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ഒത്തിരി പറയാത്ത കാര്യം നീ കയറി പറഞ്ഞ് എന്നോട് രാത്രി വന്ന് പറഞ്ഞോ മോശ ഏലിയാവാന്ന്. 2 സാക്ഷികളെന്നേ ഉള്ളൂ. അതിൽ ഹാനോക്കല്ലെന്നുള്ളത് പൂർണ്ണ തെളിവാ. ഞങ്ങളുടെ രക്ഷാനുണ്ടായിരുന്ന ഹാനോക്കല്ലെന്ന് പറഞ്ഞ പുള്ളി ഇടയ്യ. ഉടനെ പുള്ളി വേദപുസ്തകം മടക്കി വെച്ചു, ചാടി മിറ്റത്തിറങ്ങി, അടുത്തിരിക്കുന്നവനെ കിരണ്ടി വെച്ചു, പുള്ളി കലക്കും. വേറെ ഒരു അച്ചായനുണ്ട്, പുള്ളിക്ക് ഏലിയാവാ പുള്ളിയുടെ മെയിൻ വിഷയം. ഏലിയാവിനെ പറ്റി നല്ല നിലയെ പ്രസംഗിച്ച പുള്ളി ഗ്ലോറി ഹല്ലേലൂയ ഇളക്കും പുള്ളി. ഒരാൾ പറയുക ഏലിയാവ് തീയിറക്കി, പുള്ളി ഹല്ലേലൂയ. അതേസമയം അടുത്ത പുള്ളി പറയുക ഏലിയാവ് ഒരു സ്ത്രീയുടെ മുമ്പേ പേടിച്ചു. സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ അച്ചായനെ പേര് ഞാൻ പറയത്തില്ല, ഹാനോക്കല്ലെന്ന് പറഞ്ഞ പുള്ളി ഉടനെ ഇടയ്യ. ഹാനോക്കല്ലെന്നുള്ളത് പൂർണ്ണ തെളിവാ. കാരണം ആ അധ്യായത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടെന്നാ. അങ്ങനല്ലേ 11-8 ഒന്ന് വായിച്ചേ, മോളൊന്ന് വായിച്ചേ. ഞാൻ വെളിപ്പാട് പുസ്തകം അല്ലയോ എൻ്റെ പൊന്നു മോളെ, ഇല്ലേ? വെളിപ്പാടാ, അതാ ഞാനും വെളിപ്പാട് തന്നെ. 11-ാം അധ്യായത്തിന്റെ 8-ാം വായിച്ചു, മൈക്കൂടെ വായിച്ചു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട അവരുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. യഹൂദനെ സംബന്ധിച്ചാണല്ലോ. 2 സാക്ഷികൾ വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു, അവർ പ്രസംഗിക്കുന്നു, അവരെ പിന്നെ കൊല്ലുന്നു. ഇതൊക്കെ അവിടുത്തെ വിഷയം. അപ്പൊ അവിടുത്തെ പ്രത്യേക അവരുടെ കർത്താവ് എന്ന. ആരുടെ കർത്താവ്? യഹൂദന്റെ കർത്താവ്. യഹൂദയിൽ നിന്നല്ലോ ഉദിച്ചത്. അപ്പൊ അവരുടെ കർത്താവ്. അപ്പൊ ഹാനോക്കല്ലെന്ന് തെളിഞ്ഞല്ലോ. കാരണം യഹൂദ ജാതി ആരംഭിക്കുന്നത് അബ്രഹാം മുതലാണ്. അബ്രഹാമിൽ തുടങ്ങിയ ഈ ജാതി ജനത, ഈ വംശം ആരംഭിക്കുന്നത്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാർ, അങ്ങനെ ഈ വംശം. അപ്പൊ അവരെ ആ യഹൂദന്മാർ, ദൈവത്തിന്റെ സ്വന്തം ജനം, പ്രത്യേക സമ്പത്ത്. ഹാനോക്ക് ആ ഗ്രൂപ്പിൽപ്പെട്ടതല്ലോ. നിങ്ങൾ ശ്വാസം വിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു വചനം എടുത്ത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ കിടന്ന് തർക്കിക്കുകയും ബാധിക്കുകയോ ഒന്നും വേണ്ട. 2 സാക്ഷികൾ. പിന്നെ സൂക്ഷ ഇതറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ മതി, ഇവിടെ കാണും. മിക്കവാറും ഇവിടെ കാണാൻ ആ സാധ്യത, നോട്ടോ ഇരിപ്പം കണ്ടിട്ട്. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിക്കണം അങ്ങ് പോകുമെന്ന്. അതിനൂടെ ആരും കൈവിടപ്പെട്ടു പോകരുത്. ആട്ടെ, ഏതായാലും 11-ാം അധ്യായത്തിലെ വിഷയം 2 സാക്ഷികൾ. വെളിപ്പാട് 12 സൂര്യധാരിണിയായ ഒരു സ്ത്രീ. അത് കന്യകാമറിയ അല്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. തള്ളയോടൊന്നും പറയരുത്, ചുമ്മാ ഒച്ചമ്മയല്ലെന്ന്. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144. അതും നമ്മൾ ആരും അല്ല. തമ്പേറടിച്ച് സ്തോത്രം. സിയോൻ മല. വെളിപ്പാട് 15-ാം അധ്യായം പാട്ടാ. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ
ആ പളങ്ക് നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. വൈദികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ, വൈദികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ, കേൾക്കുന്നു കേൾക്കുന്നു ഇതം കേൾക്കുന്നു കേൾക്കുന്നു. യോർദാനക്കര കാണുന്നു ഞാൻ വാഗ്ദത്തദേശം ശോഭയാൽ, യോർദാനക്കര കാണുന്നു ഞാൻ വാഗ്ദത്തദേശം ശോഭയാൽ, ശോഭയായി ശോഭയായി വാഗ്ദത്തദേശം ശോഭയായി 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 വാഗ്ദത്തദേശം ശോഭയായി. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി കുറച്ച് തന്നാ മതി, എന്നാന്നറിയോ, ഇത്രയും തന്നാ ഞാനിത് ഒറ്റയടിക്ക് കുടിക്കത്തില്ല, അപ്പം പിന്നെ കുടിക്കാൻ വരുമ്പോൾ ഇത് തണുത്ത് പോകും, ഇതന്നല്ലല്ലോ, അപ്പം ഒരു ലേശം തന്നാ മതി. മുമ്പേ പറഞ്ഞായിരുന്നു, നല്ല ചൂടും നല്ല കണക്കാ, പക്ഷെ ഇത്രയും തന്നാൽ പിന്നെ അല്ലേ പിന്നെ ഇത് കളയേണ്ടി വരും, അപ്പൊ ഒരു ഇച്ചിരി എന്താ. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈദികന്മാർ പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുക. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം, അവിടുന്ന് മാത്രമാ ആരാധനയ്ക്ക് യോഗ്യൻ. മറിയത്തെ ആരാധിക്കരുത്, പുണ്യവാളന്മാരെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, എലിയെ ആരാധിക്കരുത്, പുലിയെ ആരാധിക്കരുത്, മേരിയെ ആരാധിക്കരുത്. ആമൻ സ്വന്തം അറിയാമല്ലോ, മരത്തെ ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്, ഈ ചരാചരത്തെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, വെള്ളത്തെ ആരാധിക്കരുത്, വായുവിനെ ആരാധിക്കരുത്, ഒരു സസ്യജാലങ്ങളെ ആരാധിക്കരുത്, മനുഷ്യരെ അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്, പാസ്റ്റർമാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. ദൈവം തമ്പുരാൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്തോത്രത്തിനും യോഗ്യനായി ഒരുവനേ ഉള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ രക്തം ചിന്തി ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസ്രയനാകുന്ന യേശുക്രിസ്തു ദൈവത്തിന് അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. വേറെ ആരും ആരാധനയ്ക്ക് അങ്ങനെ തന്നെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. അവിടുത്തെ പാടി മഹത്വപ്പെടുത്തിക്കുവാണ്. 16-ാം അധ്യായത്തിലെ ക്രോധകലശം ഭൂമിയിലേക്ക് കൊണ്ടൊഴിക്കുന്നു. 17-ാം അധ്യായം ഒറ്റവാക്കി പറഞ്ഞ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയ മർമ്മം മഗതിയ ബാബിലോൺ. ഒരു തള്ള മൃഗത്തിന്റെ പുറത്തിരിക്കുന്നു. മൃഗത്തിന്റെ നിറം ചുമപ്പ്, തള്ള ഇട്ടിരിക്കുന്ന തുണി കാടി ചുമപ്പ്. തളയാന്ന് മുത്തും രക്തവും ആടയാ ഇടാവുന്നത് മുഴുവൻ ഇട്ടേച്ചാ തള്ള ഈ പന്ന മൃഗത്തിന്റെ മേളിൽ കയറി സ്തോത്രം. ആട്ടെ, ഇതാരാന്ന് ചോദിച്ചാൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. സ്തോത്രം. അതെ, വിഷയമല്ലോ. 18-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, വാണിജ്യ ബാബിലോണിന്റെ അധപതനമാ. ഒറ്റ മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുക. ഒറ്റ മണിക്കൂർ. ഏത് മാലൂമിയും കാഴ്ച കണ്ട് ഭയാനകമാണ്. ഇടയ്ക്ക് കയറി പറയാം, എവിടെ പണത് ഉയർത്തുന്നത് മുഴുവൻ ഒരല്പ നേരത്തേക്കേ ഉള്ളൂ. നീ അടിമാലി കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങും നിന്റെ സകല ഭൗതിക വസ്തുക്കളും ഈ കാണുന്ന സകലതും മുഴുവൻ പുസ്തകം പഠിപ്പിക്കുന്ന തീക്കായി സൂക്ഷിച്ചേക്കുന്നുണ്ട്. സ്തോത്രം. മുഴുവൻ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. അതെ, 19-ാം അധ്യായം ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രത്യാശ വർദ്ധിക്കുന്ന അധ്യായമാ. ഒറ്റ വാക്കി പറഞ്ഞ കുഞ്ഞാടിന്റെ കല്യാണമാണ്. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത ഏശാത്ത ഒരു നിർമ്മല കന്യകയെ അവിടുന്ന് വേളി കഴിക്കും. അലങ്കാര ഭാഷയാണ്. വേളി കഴിക്കും. അതാണ് 19.
നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ എന്നിട്ടും പലർക്കും വലിയ സന്തോഷം. ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നാ? നടക്കുന്ന കാര്യമായി പറയുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം. പ്രൈസ് ദി ലോർഡ്. അതെ, 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ചയാണ്. സാധാരണ പിടിച്ചു കെട്ടി 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1000 കൊല്ലം ഭരണം. 1000 കൊല്ലം. അന്നേരം കുഞ്ഞാടും ചെന്നായും പുള്ളിപ്പുലിയും എല്ലാം കൂടെ ഒന്നിക്കും. സ്തോത്രം. സർപ്പത്തിന്റെ മുത്തിക്കൊണ്ട് കൊച്ചൻ കൈയിടും. സർപ്പം ഒരു ദോഷവും ചെയ്യത്തില്ല. സ്തോത്രം, സ്തോത്രം. തർക്കമോ വാദമോ വഴക്കോ കേസോ അടിപിടിയോ കത്തിക്കുത്തോ ഭവനഭേദനമോ ഭാര്യാപീഡനം ഭാതൃപീഡനം ഭാര്യാപീഡനം പുത്രപീഡനം ഇതൊന്നും ഒരു പീഡനവും ഇല്ല. പെണ്ണുങ്ങളാന്ന് എല്ലാം പീഡന കഥയായിട്ടാണ് ഇറങ്ങുന്നത്. നിങ്ങൾ നേരത്തെയൊക്കെ വായിച്ചതല്ലേ? ഒരുത്തിയാന്ന് എന്നും സാരി ചുറ്റിക്കൊണ്ടിരുന്നു. അപ്പം ഇവിടെയൊക്കെ എല്ലാം വന്ന് വട്ട വിരിക്കുക. അവള് അതൊരു നല്ല മെതേഡായിട്ട് ഓരോ ദിവസം ഓരോ സാരി എടുത്ത് ഞൂറിനെല്ലാം ഇരുന്ന് വെച്ചോണ്ട് ചാനലുകാർ വന്ന് മിനിഞ്ഞാന്ന് എത്ര പേര് പീഡിപ്പിച്ചു. ഉടനെ അവൾ അന്നേരം കണ്ണടച്ച് വെച്ച ഒരു 5-6 പേരുടെ പേര്. ഞാൻ അന്തം വിട്ടുപോയി. നമ്മുടെ ആരുടെയും പേര് അവള് പറയാഞ്ഞത് അല്ല, അവള് വായി വരുന്നവരുടെ എല്ലാം പേര് പറഞ്ഞതാ. അതെ, എനിക്ക് വളരെ സങ്കടമാവും. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞല്ലതാണ്. അങ്ങനെ കാണുന്ന എനിക്ക് പുള്ളിയോട് ബഹുമാനമാണ്. അങ്ങനെ ആണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി അങ്ങനെയുടെ പേര് പറഞ്ഞത്. വേറെ ഒന്ന് രണ്ട് പേരുടെ പേര് പറയാറുന്നേ കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. മിക്കവാറും സാധ്യതയുണ്ട്. അല്ല, കുഞ്ഞുഞ്ഞിന്റെ പേര് പറഞ്ഞത് ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചു. ഈ സഹോദരി നമ്മുടെ ആരുടെയും പേര് നമ്മുടെ പേര് പറഞ്ഞാൽ വല്ലോ നമ്മളെ വിളിക്കുമോ ഇനി യോഗത്തിന് വല്ലോ? ഒന്നും പറയാതിരുന്നിട്ട് നമ്മളെ വിളിക്കുന്നത് തന്നെ തർക്കമാണ്. പുള്ളിയെ വിളിക്കണോ നമ്മുടെ കൺവെൻഷന്, അടിമാലി കൺവെൻഷൻ? എന്നാൽ ഒരാൾ പറഞ്ഞു പുള്ളിയെ നമുക്കൊന്ന് വിളിക്കാം. പുള്ളിയെ വിളിച്ച് അയാൾ വിവരക്കെ വിളിച്ച് കൂവുള്ളൂ. പിന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ വിവരക്കേട്. പിന്നെ അയാൾ പറയുന്നതെല്ലാം വിവരക്കേടാന്ന്. ഉടനെ എഴുത്തം പറഞ്ഞു പുള്ളി വരുന്നെന്ന് ഞാൻ സ്റ്റേജിൽ കാണുകയല്ല, എന്നെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തുകയും ചെയ്യരുത്. പറഞ്ഞു കാണും കമ്മിറ്റി കൂടുമ്പോൾ ചിലപ്പോൾ വള്ള അതിനെ പറഞ്ഞോന്ന് ഞാനിപ്പോ പൊതുവിൽ സ്തോത്രം എന്തെല്ലാം ഒപ്പിച്ചേനായിരിക്കും സ്തോത്രം. ഉടനെ അതിൽ ഒരാൾ പറഞ്ഞു പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു. പുള്ളി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഏറ്റു. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ പള്ളത്ത് മദാമ വിട്ട കീഴ്ശ്വാസം ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞ പോലെ ഒരാളങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ദൈവകൃപയെ ശരണപ്പെട്ട് ഇവിടെ വന്നു. നമ്മളെ പറ്റിയൊക്കെ അങ്ങനെ പറയും. അപ്പൊ ഈ സ്ത്രീ ദൂഷണനാമങ്ങൾ നിറഞ്ഞൊരു മൃഗത്തിന്റെ പുറത്തിരിക്കുക. 17-ാം അധ്യായം 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. എന്തുവാ ചെയ്യുന്നു? അത് ചിന്തിച്ചോണ്ടിരിക്കുകയാണോ? അതൊക്കെ വിട്ടുകളാ. സ്തോത്രം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. ഈ ഭൂമിയിൽ 1000 വർഷം വാഴും. 1000 വർഷം ദൈവമക്കളോട് ചേർന്ന് ഭരിക്കുന്നത് കൊണ്ട് 5 വർഷത്തെ ഭരണത്തിൽ നമ്മൾ ആരും അങ്ങനെ ഇലക്ഷന് പോയി നിൽക്കാത്തത്. കാരണം നമ്മൾ 1000 വർഷം ഭരിക്കും. ഈ 5 വർഷം നിൽക്കുന്നവരോട് എന്ത് മനോവേദനയാണെന്നറിയാം അവർക്ക്. സ്തോത്രം. എന്നാൽ 1000 വർഷം ദൈവമക്കൾ ഇവിടെ ഭരിക്കും. സ്തോത്രം. ആ ഭരണത്തെ പറ്റി മോശവത്സല ശാസ്ത്രികള് എഴുതിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. അത് പാടി അങ്ങ് വിടാൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയാനൊക്കാത്ത എല്ലാം പാട്ട് കൂടെ വിടുകയുള്ളൂ. വള്ളുകുന്തങ്ങൾക്കില്ലവജം കോഴുകളാക്കി ചാലുപോക്കാനുമായവ വാളുകുന്തങ്ങൾക്കില്ലവജം കോഴുകളാക്കി ചാലുപോക്കാനുമായവ നാലുദിക്കും സമാധാനം ചാലവേ പാരം നിരിക്കും നാലുദിക്കും
വാളടുക്കയില്ലാരുമേ ചേനുകേടിൽ ഒന്നിനുമേ മോദമതി മോദം മോദം ഹേ വാഴ്ത്ത കാലം സാദരം ആണഞ്ഞിടുന്നതോ മോദമതി മോദം മോദം ഹേ വാഴ്ത്ത കാലം സാദരം ആണഞ്ഞിടുന്നതോ ജാതി ഭേദവാദം തീർന്നു ജാതികൾ ഒന്നായിടുന്നു ജാതി ഭേദവാദം ജാതികൾ ഒന്നായിടുന്നു യൂദജാതിയും മുതിർന്നു ജാതമോദം പാടിടുന്നു യഹൂദജാതിയും മുതിർന്നു ജാതമോദം പാടിടുന്നു മോദമാടി മോദം മോദം ഹേ വാഴ്ത്തകാലം സാദരം ആണഞ്ഞിടുന്നതോ മോദമാടി മോദം മോദം ഹേ വാഴ്ത്തകാലം സാദരം ആണഞ്ഞിടുന്നതോ. അപ്പൊ ശ്രദ്ധിക്കുക, 1000 വർഷം ഈ ഭൂമിയിൽ വാഴും. അതാണ് ഈ വെളിപ്പാട് 20,000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21-ാം അധ്യായം വളരെ ശ്രേഷ്ഠമേറിയ അധ്യായം. ആ പുത്തനെറിശലേം അത് മേളിൽ നിന്നോട്ട് വരുക. സ്തോത്രം സ്തോത്രം. ആട്ടെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വെളിപ്പാട് 22 വേണേ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: നിത്യത. നിത്യത അത്ര ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകമായി വെളിപ്പാട് പുസ്തകം. അതെ, നമ്മുടെ വിഷയത്തിൽ വരാം. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യമാണ് വായിച്ചത്. ഈ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം പഠിക്കുമ്പോൾ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം 7 സഭയ്ക്കുള്ള ദൂത. ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂത് പറയുമ്പോൾ അതിന് പൊതുവായ ചില തത്വങ്ങളുണ്ട്. ദൂത് പറയുമ്പോൾ പൊതുവായ ചില തത്വം അത് അത്യാവശ്യമാണ്. അതിലൊന്ന്, 7 സഭയോടും ദൂത് പറയുമ്പോൾ ആദ്യം കർത്താവ് തന്നെ സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തും. ഒരു വാക്കിലൊന്ന്, അത് തെറ്റില്ല. ഒരു വാക്കിലൊന്ന്, കണ്ടമാനമാകരുതെന്നേ ഉള്ളൂ. ഒരു വാക്കിൽ. ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നത് പ്രിയ വാത്സല്യ ചാക്കോച്ചാന മതി. കണ്ടമാനം ചാക്കോച്ചാനെ, താവിൻ്റെ വലിയൊരു ദാസൻ ചാക്കോച്ചായൻ. ചായൻ സ്വദേശത്തും വിദേശത്തും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിന് വെളിയിലും എല്ലാം ശക്തമായി പ്രയോജനം. അപ്പൊ ചാക്കോ അന്തം പെടുക, ഞാൻ ലോകത്തിന് വെളിയിൽ. ഒരു വാക്കിൽ എന്ന് പറയുന്നത് തെറ്റില്ലെന്നാ എൻ്റെ ഒരു അഭിപ്രായം. കർത്താവ് അങ്ങനെ ആണല്ലോ പറഞ്ഞത്. പറയോന ശിമോനെ പേര് പറഞ്ഞു. ഒരു വാക്കിലൊന്ന്, ഇത് ചില ആരാ വന്നതും പോയതെന്ന് ആരെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവർക്ക് കുറച്ച് പേർക്ക് അറിയാം ഇന്നയാളാ വന്നത് ഇന്നയാളാ പോയെന്ന്. സ്തോത്രം. നമ്മളെല്ലാം ഇങ്ങനെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടല്ല ഇതാ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. അപ്പൊ കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. അത് പൊതുവായ തത്വമാണ്. 1 പരിചയപ്പെടുത്തും. 2 അഭിനന്ദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കർത്താവ് അഭിനന്ദിക്കും. 3 ആക്ഷേപങ്ങൾ വല്ലതും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷ്മം ആക്ഷേപിക്കും. മാത്രമല്ല കർത്താവ് പ്രബോധനം നൽകും, എന്തെങ്കിലും പ്രബോധിപ്പിക്കാനുണ്ടെങ്കിൽ. 5 മുന്നറിയിപ്പ് വല്ലതും തരാനുണ്ടെങ്കിൽ മുന്നറിയിക്കും. എന്തെങ്കിലും ദോഷമോ പ്രയാസമോ വരാനുണ്ടെങ്കിൽ മുന്നറിയിക്കും. 6 നല്ലതുപോലെ വിവേചിക്കും. ഒടുവിൽ 7 പ്രതിഫലം വല്ലതും ഉണ്ട് അത് പറയും. അത് പൊതുവായ തത്വമാണ്. ആ തത്വം ഈ 3-ാം അധ്യായത്തിലെ സഭയോടുള്ള ബന്ധത്തിൽ ചില തത്വങ്ങൾ, പൊതുവായ തത്വം ഓടിച്ച് വിശദീകരിക്കുന്നില്ല, ഓടിച്ച് ചിന്തിക്കാം. പൊതുവായ തത്വം 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി.
ആ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും, ദൈവത്തിന്റെ 7 ആത്മാവ്, 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവൻ ആകും. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ 7 ആത്മാവ്. അപ്പൊ ചിന്തിക്കുക, 7 ആത്മാവ്. പണ്ട് ഞങ്ങളുടെ അമ്മ എന്തേലും പ്രശ്നം പറയുമ്പോൾ അവൻ 5 ആത്മാവിൽ പോലും ഇല്ലെന്ന്. അത് ഞാൻ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഇത് വായിക്കുന്നത് അപ്പൊ ചിലക്ക് എടാ എത്ര ആത്മാവുണ്ടെന്നാരും? ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ അതിന്റെ വിശേഷതകൾ പലതാണ്. അതാ വിശേഷതയെ പറ്റി. അതിന്റെ വിശേഷത യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ ഒരു 5-6 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു തരൂ. 2 മുതൽ വായിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ ആത്മാവാ. ഈ ആത്മാവിനെ പ്രാപിച്ചാൽ ജ്ഞാനം ഉണ്ടാകും. നിനക്ക് സെക്യുലർ പഠിത്തം ലഭിച്ചില്ല. വീട്ടിലെ പ്രാരാബ്ദമോ കഷ്ടപ്പാടോ ദുരിതമോ ദുഃഖമോ അല്ലെ ഇളയത്തുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നീയും അപ്പന്റെ കൂടെ തൂമ്പ കളയ്ക്കാൻ ഇറങ്ങി, അല്ലെ എന്തെങ്കിലും പണിക്കിറങ്ങി. നിനക്ക് ഒത്തില്ല പഠിക്കാൻ. ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ, പക്ഷെ വീട്ടിലെ പരാതിന് നിമിത്തം പഠിക്കാൻ ഒത്തില്ല. ഹൈറേഞ്ച് ആകുമ്പോൾ പറമ്പിൽ ഒത്തിരി പണിയുണ്ടല്ലോ. ഹൈറേഞ്ചിലാണെ പണ്ടൊക്കെ, ഇപ്പോഴല്ല, പണ്ടൊക്കെ പിള്ളേരും ഒത്തിരി ഉണ്ട് വീട്ടിൽ. 8ഉം 10ഉം. അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. 10 അല്ല, ഒരു 20 എണ്ണം വെച്ച് വേണമെന്നാണ്. നിങ്ങളെ 10 എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കുന്നത്. മക്കളെ പോവാതിരുന്ന അവകാശം. കാരണം പുസ്തകത്തിലെ പ്രമാണം അവിടെ വായിക്കുന്നത് നിന്റെ ഭാര്യ, നിങ്ങൾ സഹോദരിമാര്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഉറക്കെ പറ ഫലപ്രദമായ എങ്ങനെ മുന്തിരി. ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറ. ഒരാൾ മതി. എല്ലാവരുടെ കടന്ന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി. നന്നായിട്ട് വായിക്കണം. പുസ്തകം വായിച്ചേ മോളെ, പുസ്തകം വായിച്ചേ. വെറുതെ കൂടെ നടക്കുക. നന്നായിട്ട് വായിച്ചേ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. മുന്തിരിവള്ളി പോലെ. സ്തോത്രം. മുന്തിരി. സ്തോത്രം. അമൃതിന്റെ വള്ളി ഒന്നും അല്ലല്ലോ, മറ്റേ അങ്ങാടി മരുന്നിന്. ഇനി അവിടുത്തെ പണം മുന്തിരി വള്ളി, വള്ളികൾ എന്നല്ലല്ലോ. തങ്കച്ചാ, നിനക്ക് ഒത്തിരി വള്ളികളുണ്ട്. നീ എന്നിട്ട് ഈ സഭയിൽ വന്ന ആള് കളിക്കുക. നിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചാൽ ധാരാളം വള്ളികള്. കുറിയാക്കോയെ, പിന്നെ വിളിക്കാം, അവിടെ വരുന്നുണ്ട്. രാത്രി 10:30 കഴിഞ്ഞ് വിളിക്കും. പ്രത്യക്ഷത്തിൽ ഒരു വള്ളിയും അപ്രത്യക്ഷമായിട്ട് കർക്കശമായി പ്രമാണത്തിൽ നിന്നോണം. ഏക ഭാര്യയുടെ ഭർത്താവ്. ആവശ്യമില്ലാത്ത കോൾ അഥവാ വന്നാൽ പറയണത് ഞാൻ സൂസൻ മെഡലിട്ട് കൊടുത്തേക്കാം. ഞങ്ങൾ നമ്മുടെ മല്ലപ്പള്ളി പാപ്പച്ചാൻ്റെ വീട്ടിൽ ഇരിക്കുമ്പം ഒരു കോള് വന്ന് ഒരു സഹോദരിയാണ് വിളിച്ചത്. പാപ്പച്ചാൻ ഞാനും അടുത്തിരിക്കുക.
അവിടുന്ന് ചോദിച്ചു മോളി ഉണ്ടോ എന്ന്. ഉടനെ ബാപ്പച്ചമ്മ ഇല്ല കുഞ്ഞുങ്ങളുണ്ട് കൊടുത്തേക്കാന്ന്. കുഞ്ഞുമോള് പുള്ളിയുടെ ഭാര്യ. കോള് വന്നതാ മോളി ഉണ്ടോ എന്ന്. ബാപ്പച്ചാൻ പറഞ്ഞു ഇല്ല മോളി ഇല്ല കുഞ്ഞുങ്ങളുണ്ട് വേണേ കൊടുത്തേക്കാം. നാട്ടെ കുഞ്ഞോളെ ആരാട്ട് വിളിക്കുന്നു മനസ്സിലായി കാണും. വള്ളി. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. അപ്പൊ ഇനി നിന്നോടൊരു കാര്യം പറയാം, വീട്ടിനകത്ത് ആയിരിക്കണം, നീ അപ്പുറത്തെ വീട്ടിലാകരുത്. നിന്റെ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട് ഇല്ലേ? എന്തും വേണ്ട ജോലിയുണ്ട്. കഴിച്ച പാത്രം നീ കഴുകില്ല, അന്നേരം നീ അത് ഇട്ടേച്ചപ്പറ നുണ പറയാൻ പോയത്. ഇന്നലെ കറി വെച്ച ചട്ടിക്കകത്ത് പുളിയും വെള്ളവും ഇപ്പോഴും കിടക്കുക, കഴുകിയിട്ടില്ല. എന്തും വേണ്ട ജോലിയുണ്ട്. നീ അന്നേരം അപ്പുറത്തെ വീട്ടിൽ ചെന്ന് വള്ളി വീശാൻ പോകരുത്. നിന്റെ വീട്ടിനകത്ത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ ആ മുന്തിരി വള്ളി. അടുത്ത വാക്യം വായിച്ച മോളെ. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും. ആ പോയിന്റ് വരാനാ ഞാൻ പറഞ്ഞ മക്കൾ ധാരാളം നല്ലതാണ്. ഇപ്പം തിരിച്ചു പറയേണ്ട ഗതികേടാ. നിങ്ങൾ തിരിച്ചു പറഞ്ഞു. സ്തോത്രം. മക്കൾ യഹോവ അവകാശമാണ്. ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അപ്പൊ ഞാനതാ പറഞ്ഞ ഹൈറേഞ്ചിലൊക്കെ പിള്ളേര് ധാരാളമുള്ള കാലമാണ്, പണ്ട് കാലം. അപ്പം വസ്തുവുണ്ട്, നന്നായിട്ട് അധ്വാനിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇളയത്തുങ്ങളെ പഠിപ്പിക്കാൻ, കുടുംബം സന്ധിക്കാൻ മൂത്ത ചേട്ടന്മാർക്കൊന്നും ചിലപ്പോൾ പഠിക്കാൻ ഒത്തൊന്നും വന്നില്ല. അപ്പൻ്റെ കൂടെ പണിക്ക് ഏലക്കാട്ടി പോകാനോ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാനോ ഇല്ലേ അവരൻ്റെ പറമ്പിൽ പണിക്ക് പോയാൽ 10 രൂപ കിട്ടിയാൽ അത്രയും ആച്ചല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത പിതാക്കന്മാർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. നിനക്ക് വിദ്യാഭ്യാസം വേണ്ടതുപോലെ ലഭിച്ചില്ല, പക്ഷെ നീ ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിനക്ക് ജ്ഞാനത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. ഈ ആത്മാവൻ പ്രത്യേകത ജ്ഞാനത്തിന്റെ ആത്മാവാ. സെക്യുലർ പഠിത്തം നിനക്ക് ലഭിച്ചില്ലെങ്കിലും നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ വചനം ധ്യാനിച്ചാൽ അവൻ ലോകത്തിന് കിട്ടാത്ത ജ്ഞാനം ദൈവം നിനക്ക് തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക. നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മണ്ണിലേഖനാ. മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. ഉപ്പയിൽ നിന്നുയർത്തി ശ്രേഷ്ഠരാമര. ഒപ്പമിരുത്തിയതന്നയ അത്ഭുതം പരാ. ഒപ്പമിരുത്തിയതന്നയ അത്ഭുതം പരാ. മനുവേല വന്ദനം മണ്ണിലേഖനാ. മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഏത് ആത്മാവുള്ളവൻ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിന്നോട് ദൂരെ പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ അവൻ പരിജ്ഞാനമുള്ള ദൈവമാണ്. അല്ലാതെ പൊട്ടൻ ദൈവം ഒന്നും അല്ലെന്നായി പറഞ്ഞത്. നല്ല പരിജ്ഞാനം. അങ്ങനല്ലേ ആത്മാവിന്റെ പ്രത്യേകത. ജ്ഞാനത്തിന്റെ ആത്മാവ്. അതാ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്. ജ്ഞാനമുണ്ട്. സ്തോത്രം. നല്ല ജ്ഞാനമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലിക്കുകയൊന്നും വേണ്ട.
ഞാൻ ദൈവദാസന്മാരോടൊരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ 10ാം ക്ലാസ് ഒന്നും ജയിച്ചതല്ല. എൻ്റെ മാർക്കൊന്നും ഞാൻ പറയത്തില്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എവിടുന്ന് സ്തോത്രം, എനിക്ക് ആംഗലേയ ഭാഷ വശമില്ല. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഈ പുസ്തകം പഠിച്ച് ധ്യാനിച്ചാൽ മതി. എന്നും വായിച്ചോണം, എന്നും ധ്യാനിച്ചോണം, ഇതെന്നും അയവറക്കിക്കോണം, ഇതെന്നും ഉരുവിട്ടോണം. അറിയാവുന്ന വാക്യം ആരോടെങ്കിലും 2 പേരോടങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ പറയുമ്പോൾ പിന്നെയും കിട്ടുമ്പോൾ പിന്നെയും പറയണം. നിന്നെ വെല്ലാനൊരു കുഞ്ഞുങ്ങൾ കാണുകയല്ല. സ്തോത്രം. പിള്ളേർക്ക് വേറെ പുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചില്ലേ കഞ്ഞി കൊടുക്കരുത്. ഞാൻ പെന്തിക്കോസുകാരോടായി പറയുന്നത്. പക്ഷെ അവര് കഞ്ഞി കൂടി അല്ലേലും കുടിക്കുകയല്ലേ, ചോറാ. ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർക്ക് ചോറും കഞ്ഞി ഇഷ്ടം. അവർക്ക് എന്തോ ഇപ്പോഴത്തെ ഒക്കെ ഉണ്ടല്ലോ ബർഗർ, അതിൻ്റെ പേരും മറന്നുപോയി. അല്ലെന്ന് വേറെ മറ്റേ എന്ത് വലിയ ആട്ടെ, ഷവർമ എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക. ഷവർമ നീ വർമ്മയെ മാത്രം കൊടുക്കാതെ വേറെ പുസ്തകം അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് വായിച്ച് ധ്യാനിച്ച് പഠിച്ച് അതിൽ തന്നെ രസിച്ചോണം. ഇത് പരിജ്ഞാനത്തിന്റെയാ. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കും. ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, വിവേകം ഉണ്ടാകും. ഈ ആത്മാവിനെ പ്രാപിച്ച നല്ല വിവേക. അപ്പൻ ആരാ, അമ്മ ആരാ, പെങ്ങൾ ഏതാ, ചേട്ടൻ ഏതാ, അനിയത്തി ഏതാ, ചേട്ടന്റെ ഭാര്യ ഏതാ, അനിയന്റെ ഭാര്യ, വിവേകം ഉണ്ടാകും. ഇത് ചിലർക്ക് അമ്മ ഏതാ, പെങ്ങൾ ഏതാ, ചേട്ടന്റെ ഭാര്യ ഏതാ, അനിയന്റെ ഭാര്യ ഏതാ, ഒരു വിവരം. യോഗം കഴിഞ്ഞപ്പോ അനിയന്റെ ഭാര്യയും കയറ്റി അവൻ ഓട്ടോയിൽ അങ്ങ് പോയി. അവള് നോക്കി നിൽക്കുക. ആരുടെ കാര്യമാണോ അത് ഞാൻ ഇപ്പൊ പൊതുവെ പറയുന്നില്ല. കൺവെൻഷന്റെ പാട്ട് കഴിഞ്ഞപ്പോ അവൻ വേറൊത്തിയും കെട്ടിക്കൊണ്ട് അവള് പറഞ്ഞു, നീ പെട്ടെന്ന് കയറിക്കോ, നമുക്ക് പോയേക്കാന്ന്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ. പാസ്റ്ററുടെ ഭാര്യ ഏതാ, വിശ്വാസിയുടെ ഭാര്യ ഏതാ, പാസ്റ്റർ ആരാ, വിശ്വാസി ആരാ, ഇത് വിവേകം ഉണ്ടാകുമെന്ന്. നീ ആരാ, ഞാൻ ആരാ, അവരാരാ, ഇവരാരാ, ഇതൊക്കെ വിവേകം ഉണ്ടാകും. കുഞ്ഞ് പെൺകുട്ടികളോട് എങ്ങനെ ഇടപെടണം, മുതിർന്ന സ്ത്രീകളോട് എങ്ങനെ ഇടപെടണം, അമ്മയേക്കാൾ പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, വിവേകം ഉണ്ടാകുമെന്ന്. ചില ഭാഷന്മാർക്ക് വിവേകമല്ല. പ്രായമുള്ള വല്യമ്മച്ചയെ കയറിയ സഹോദരി, തങ്ക സഹോദരി, എന്തുവാ തങ്ക സഹോദരി, അമ്മയുടെ പ്രായം അതാ അങ്ങനെ പറഞ്ഞു അത് ഞാൻ എങ്ങനെ അത് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ പ്രായമുള്ള അമ്മച്ചിയെ കയറിയ തങ്ക സഹോദരി. എന്നിട്ട് അപ്പുറത്തെ കൊച്ചമ്മയെ കയറിയോ അമ്മച്ചി. എടാ, നിനക്ക് വിവേകം ഉണ്ടായോ ഇതുവരെ? നീ 50 കൊല്ലമായിട്ട് പ്രസംഗിച്ച് തന്നെ നിനക്ക് കാക്കാച്ചിന് വിവേകമുണ്ടോ? അമ്മ ഏതാ, പെങ്ങൾ ഏതാ, വല്യമ്മ ഏതാ, വല്യപ്പൻ ഏതാന്ന്? അല്ല, ഇത് എല്ലാവരുടെ കൂടിയുള്ള യോഗമല്ലേ? എല്ലാവർക്കും കേൾക്കട്ടെ, ലോകം മുഴുവൻ കേൾക്കട്ടെ. പ്രായമുള്ളൊരു വല്യപ്പൻ സഭ ഇരിക്കുക, തോമാ സഹോദരാ. അതിന്റെ അപ്പുറത്തെ അപ്പനെ കയറിയോ, അവറാച്ചായൻ പ്രാർത്ഥിച്ചാട്ടെ, അവറാച്ചായൻ. മറ്റേതാരാ, തോമാ ചകോരൻ. എടാ, നിനക്ക് വിവേകമുണ്ടോ? നീ പ്രാപിച്ച ദൈവാത്മാവാണോ? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത ഇത്. വായിച്ചേ. വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും ബലത്തിന്റെ ആത്മാവ്. അല്ലാതെ ആത്മാവിലായി താഴെ വീഴുകയല്ല. ആത്മാവ് നിറഞ്ഞ തങ്ക കാണ്ട നിറയെ കിടക്കുന്നു. വീഴ്ചവൻ
ആത്മവിവശത. ഉടനെ ആളുകൾ, ഈ പാവം പിടിച്ച സഹോദരിമാർ ഇത് കാണുമ്പോൾ അവരോർക്കുന്നത് നെഞ്ചു വിലങ്ങി നിൽക്കുകയാണ്. ഉടനെ ആളുകൾ അണ്ണ അടുത്തിരിക്കുന്ന മേര് അണ്ണ തങ്ക ഈ ശബ്ദം കേട്ടോണ്ട് അപ്പുറം പുറകിൽ കൂട്ടം ബഹളം. അവൻ മൈക്ക് വെച്ചു വണ്ടിയെ കയറി പോവുകയും ചെയ്തു. നീ അവിടെ മലന്ന് കിടക്ക്. ഇത് ബലത്തിന്റെ ആത്മാവാ. നീ ബലഹീനതയോട് യോഗത്തിൽ വന്നെങ്കിൽ തിരിച്ചു പോകുന്നത് ബലപ്പെട്ട് പോകണം. നീ രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ച് രോഗസഭയ്ക്കും കിട്ടിപ്പോകണം. നീ മനോവേദനയോടെ വന്നെങ്കിൽ ഇന്ന് രാത്രി വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയാ. നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്നത് രാത്രിയാ. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന രാത്രിയാ. ഇത് ബലത്തിന്റെ ആത്മാവാ. Praise the Lord. ഞാൻ എല്ലാ ഭാഗവും വിവരിക്കാൻ നേരമില്ല. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഏഴാത്മാവെന്നല്ലേ ദൈവത്തിന്റെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ആരാന്ന് പരിചയപ്പെടുത്തി. സർദീസിലെ സഭയോട് ദൂതനോട് പറയുക, 3:1 അങ്ങനല്ലേ വായിക്കുന്നത്? സർദീസിലെ സഭയുടെ ദൂതനോട് പറയുക. വായിച്ച 3:1. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ ഏഴാത്മാവ്. ഇവിടെ തന്നെ 6 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം പറയാൻ നേരമില്ല. അതിലെടുത്ത് പറയും പരിജ്ഞാനത്തിന്റെ ആത്മാവാ. പരിജ്ഞാനമാ. യോഗം എങ്ങനെ നടത്തണം, എങ്ങനെ നിർത്തണം, അതൊക്കെ പരിജ്ഞാനം ഇത് പ്രാപിക്കും. തിരുമേശയ്ക്ക് എന്നാ പറയേണ്ടത്, സ്നാനത്തിന് എന്തോ പറയണം, വീട്ടു പ്രാർത്ഥനയ്ക്ക് എന്തോ പറയണം. പരിജ്ഞാനമാണ്. ജ്ഞാനം വേറെ പരിജ്ഞാനം വേറെ, രണ്ടും രണ്ടാ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാ. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പഠിച്ച അറിവ് പ്രയോഗിക്കുന്ന വിധം, സന്ദർഭത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുക. ഉദാഹരണമാ പറയാൻ പോന്നെ, ഉപദേശമല്ല, ഉദാഹരണമാണേ. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം, മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടു. 3 വർഷം അല്ലെ 4 വർഷം പഠിച്ചു, മിടുക്കിയായി. ഉദാഹരണമാണേ. അവൾ അവിടെ പഠിപ്പിച്ചു, വിഷമുള്ള പാമ്പ് കൊത്തിയാൽ ആ മുറിവേറ്റ കടിഭാഗത്തിന് ഒരു ചാൻ മുകളിലോട്ട് കയറി കയറിട്ടൊന്ന്, അത് ജ്ഞാനം പഠിച്ചതാ. ഉദാഹരണമായി പറയുന്നേ, പാമ്പ് കടിച്ചാൽ, കൊത്തിയാൽ, ആർക്കും വരാതിരിക്കട്ടെ, ഉദാഹരണമാ. കൊത്തിയാൽ ആ കടിച്ച കടിഭാഗത്ത് മുറിവുള്ള ഭാഗത്തിന് ഒരു ചാൻ മുകളിലോട്ട് കയറി ഒരു കെട്ട് അടിയന്തരമായിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇത് ജ്ഞാനം. പരിജ്ഞാനത്തോടെ അത് ചെയ്യണം. മോളെ പഠിപ്പിക്കാൻ വിട്ട് നന്നായിട്ട് പഠിച്ചു, ജ്ഞാനമൊക്കെ കിട്ടി. പക്ഷേ ബ്ലസ്സിക്ക് പരിജ്ഞാനമില്ല. പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് ബ്ലസ്സി വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലസ്സിയുടെ വല്യപ്പൻ, ഉദാഹരണമാണ്, വല്യപ്പൻ കിഴക്കനാട് ആയതുകൊണ്ട് പറയാം, കുരുമുളക് പറിക്കാൻ ഏണി വെച്ച് കേറുക. കുരുമുളക് കൂടി പറിക്കാൻ. മുരിക്കല്ലേ കൂടുതൽ. നിങ്ങൾ പിന്നെ ഉണ്ടായിരിക്കും, നിങ്ങളല്ല ലണ്ടനിൽ നിന്ന് വന്നാന്നോ? ഞാനോടത്ത് ഞാൻ പറഞ്ഞത് എത്തിയെന്ന്. അതാന്നോ ഒരിക്കൽ ഇവിടൊക്കെയാണ് ഇപ്പൊ പൂമരച്ച് വിടും. ഇവിടെ പൂമരച്ചുണ്ട്, പോണിച്ചല്ലേ ഇവിടൊക്കെ. എന്നാലും ഉണ്ട്, നല്ലതാ. മുരിക്കാ കൂടുതൽ. അപ്പൊ മുരിക്കല്ല, ഏണി, മുളയുടെ ഏണിയാ പണ്ട്. ഇപ്പോഴത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ല, കല്ലമുള. അത് ചവിട്ടി അപ്പൻ കയറി. ഇവള് സർട്ടിഫിക്കറ്റ് അലമാരി ഇരിക്കുന്നു. ഇവള് തിണ്ണയിലിരുന്ന് പേപ്പർ വായിക്കും. ഇപ്പം കൊച്ചുങ്ങൾ അതിന്റെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പം കയറുന്നത് വല്യപ്പൻ. അപ്പോൾ വല്യപ്പൻ കയറി അങ്ങോട്ട് ചെന്ന് ചാക്ക് പുറകെ കെട്ടിയിട്ടിരിക്കുക, പറിച്ച് ഇടുക. അങ്ങനെ ഉദാഹരണമാണ്. പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൊടിയിൽ ചുറ്റിയിരുന്ന ഒരു പാമ്പ്, വിഷമുള്ള പാമ്പ്, അപ്പന്റെ നെഞ്ചിനിട്ടൊരു കൊത്ത് കൊണ്ടപ്പം പെട്ടെന്ന് ചടയെന്നിറങ്ങി.
മോളെ എന്നെ പാമ്പ് കൊത്തി. അപ്പോൾ പഠിച്ച ജ്ഞാനം ഓർപ്പിച്ചു. മുറിവുള്ള ഭാഗത്ത് നിന്ന് ഒരു ചാൻ മുകളിലോട്ട് കെട്ടി ഒരു കെട്ട് നെഞ്ചത്താ കൊത്തിയത്. ഇതിന് പരിജ്ഞാനമെന്നാണോ പറയുന്നേ? ഇതിനാണോ പരിജ്ഞാനം? അതാ, അത് പരിജ്ഞാനമല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവന് പരിജ്ഞാനമുണ്ടാകും. അതാ ഈ ആത്മാവിന്റെ വിശേഷത. ഇങ്ങനെ പരിജ്ഞാനമുള്ള, ജ്ഞാനമുള്ള, ബലമുള്ള ഈ ആത്മാവിനെ പറ്റിയാണ് മൂന്ന് പറയുക, ഏഴ് ആത്മാവുള്ളവൻ സഭയ്ക്ക് ദൂത് പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കി പറയാം. നിനക്ക് പരിജ്ഞാനമില്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ളവനാ. നിനക്ക് ജ്ഞാനമില്ലെങ്കിലും നിന്റെ മേൽ പകർന്ന ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാ. നിനക്ക് വിവേകമില്ലെങ്കിലും നിന്റെ മേൽ പകർന്ന ആത്മാവ് വിവേകത്തിന്റെ ആത്മാവാ. ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഒരു തെളിവ് 10-30 ലക്ഷം ജനമെന്ന ഓടെ കണക്ക്, ഒരു കണക്ക്, പഴയ പ്രയോഗമാണ്. ഓടെ കണക്ക് 30 കൂടാനാ സാധ്യത. നമുക്കൊരു 30 എടുക്കാം. ഈ 30 ലക്ഷം ജനം മരുഭൂമിയിലേക്ക് കയറി. അവിടുന്ന് പരിജ്ഞാനമുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്പനാൻ കർക്കശ ഉപദേശം കൊടുത്തു, ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും വേണമെന്ന്. അത് സെന്ററിലുള്ളവർക്ക് പാര വെക്കാനാണോ? UPA അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദി, അതിനകത്ത് പാര വെക്കാനാണോ? കൺവെൻഷൻ കഴിഞ്ഞ് 3-4 പേര് വെച്ച് കുറുക്കൊപ്പിക്കാനാണോ? നമുക്ക് അടുത്ത പ്രാവശ്യം പുള്ളിയെ സെക്രട്ടറി ആക്കരുത്, മറ്റേ പുള്ളിയെ തട്ടിയേക്കണം, അതിനാണോ പാര? നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാര ഉണ്ടായിരിക്കണം. അതിന് പ്രമാണം കൊടുത്തു, ഭാഗ്യത്തിന് പോകുമ്പോൾ അതെടുത്തോണം. അവിടുത്തെ പരിജ്ഞാനം എത്ര ശ്രേഷ്ഠമാണ്. ഈ 30 ലക്ഷം ജനവും കൂടെ പാരയില്ലാതെ പോയി ആ ഏരിയയിൽ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അവിടുന്ന് പരിജ്ഞാനമുള്ള ദൈവമാണ്. ഞാൻ ഒരു ദൃഷ്ടാന്തം അങ്ങോട്ട് തന്നടാ. നിനക്ക് പരിജ്ഞാനമില്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ളവനാണ്. സ്തോത്രം. ജ്ഞാനം, നീതി, വിശുദ്ധി വീണ്ടെടുപ്പുമായി, ജ്ഞാനം, നീതി, വിശുദ്ധി വീണ്ടെടുപ്പുമായി മാനുഷവേഷത്തിൽ ഭൂമിൽ വന്നു താൻ. മാനുഷവേഷത്തിൽ ഭൂമിൽ വന്നു താൻ. പരിജ്ഞാനദായകൻ പരലോകെ പോയവൻ. പരിജ്ഞാനദായകൻ പരലോകെ പോയവൻ. സിയോൻ കുമാരിയിൽ കാന്തൻ വേഗം വരുന്നിതാ. സിയോൻ കുമാരിയിൽ കാന്തൻ വേഗം വരുന്നിതാ. ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴ്ചിക്കും. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴ്ചിക്കും. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴ്ചിക്കും. നീളയുഗമായി തന്റെ കൂടെ വാണിടാ. നീളയുഗമായി തന്റെ കൂടെ വാണിടാ. സിയോൻ വിശദീകരിക്കുന്നില്ല, ഓടിച്ചു പോകുക. ഒന്ന്, അവിടുന്ന് പരിചയപ്പെടുത്തി, നിങ്ങളോട് ദൂരെ പറയുന്ന ഞാൻ ആത്മാവുള്ളവനാ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ശക്തിയുടെയൊക്കെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. അതെ, മുന്നോട്ട് പോകാം. 2, ഈ സഭയെ നോക്കി കർത്താവ് അഭിനന്ദിക്കുക പതിവാണ്. ഈ സർദീസ് സഭയെ നോക്കി കർത്താവ് ഒന്ന് അഭിനന്ദിച്ചത് ആ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. അഭിനന്ദനം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്.
അതൊരു അഭിനന്ദനം. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ, അത് പെന്തിക്കോസിലുമുണ്ട്. സർദീസിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ള സഭകളിൽ കുറെ പേരുണ്ട്. അവിടെ ഇവിടങ്ങളിൽ ഇരുന്ന് കരയുന്ന, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, പ്രമാണത്തോടെ ജീവിക്കുന്ന കുറച്ച് പേര് അടിമാലിയിലുമുണ്ട്. ഇടുക്കി ജില്ലയിലുമുണ്ട്, കേരളത്തിന്റെ 14 ജില്ലയിലുമുണ്ട്, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലുമുണ്ട്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. ആരാ? കുറച്ച് പേര്. പെന്തിക്കോസിൽ ഒത്തിരി പേര് കാണും. ചില പറയാം ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞു നമ്പർ 1 അസംബ്ലീസ് അഭിനന്ദിക്കുന്നു. ഒരാളെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു സഭയിൽ 10 ലക്ഷം പേരുണ്ട്. അതിനകത്ത് മലിനമാകാത്ത എത്ര എണ്ണം ഉണ്ടായി? ഐക്യവേദിയല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. കാരണം വേർപെട്ട സഭകളിൽ നമ്പർ 1 അസംബ്ലി സഭ. അതാ ഞാൻ ഒന്നേ തുടങ്ങി. ഓർക്കുന്ന അസംബ്ലി സഭയുടെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് അടങ്ങുവാന്നാണ്. ലേഖലായി അസംബ്ലി സഭയുടെ കാര്യം അഭിനന്ദിക്കുന്നു. ഇന്ത്യയിലെ സഭ സ്ഥാപിച്ചതിൽ അവരാ മുൻപന്തി വന്നത്. അത് കഴിഞ്ഞ ചർച്ച പോടൊക്കെ ജോർജ് മേരി ചാപ്മാനും ഒക്കെ വന്നത് നമുക്ക് എടുത്തു നോക്കിയാവും. അവരുടെ കൂടെ വന്നത് ആ കുക്ക് സാഹിബ്, പിന്നെ സാഹിബ് അസംബ്ലി അഭിനന്ദിക്കുന്നു. പക്ഷെ അതിനകത്ത് മലിനമാകാത്ത ഒത്തരണമുണ്ട്. അപ്പൊ അടുത്ത ഗ്രൂപ്പുകാർ ഞങ്ങളാണ് ചർച്ചക്കാർ. അവരെ അഭിനന്ദിക്കുന്നു, ചർച്ച ബോർഡിനെ അഭിനന്ദിക്കുന്നു. കാരണം കേരളത്തിൽ ആ കാലത്ത് കുക്കു സാഹിബ് വന്ന് ഒത്തിരി കഷ്ടം സഹിച്ചു. നല്ല മനുഷ്യൻ. ഒത്തിരി മിഷണറി വൈദ്യന്മാർ ഒരു പാത ഒരുക്കി തന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഒടുവിൽ ആ മനുഷ്യന്റെ നാട്ടിലോട്ട് ഓടിച്ചുവിട്ട ചരിത്രം ഒന്നും ഇയാളൊന്നും പറയാതിരിക്കുന്നതാ. നല്ല മനുഷ്യനാണ്, ഭക്തനായ എന്ത് കഷ്ടപ്പെട്ടു. കുന്നും മലയെല്ലാം കയറി എന്ത് ദുരിതമനുഭവിച്ചാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് കല്ലുശ്ശേരി തടി കൊണ്ടുവന്ന് നടക്കുന്ന ആനെ കൊണ്ട് പഠിച്ച സീമനെ കൊണ്ട് ഇതിപ്പോ ഒരു കാണാൻ ചർച്ചബോർഡിനെ അഭിനന്ദിക്കുന്നു. അസംബ്ലി സഭയായിട്ട് കഴിഞ്ഞാൽ ചർച്ചബോർഡാണ് പെന്തക്കോസ്തി രണ്ടാം സ്ഥാനം. അഭിനന്ദിക്കുന്നു. ടെന്നസി അറിയാമല്ലോ, ഞാൻ വിവരിക്കുന്നു. പക്ഷെ അതിനകത്ത് മലിനമാകാത്ത നമ്മുടെ വിഷയമാണ്. ഉടുപ്പ് മലിനമാകാത്ത എത്ര എണ്ണമുണ്ട് അതിനകത്ത്. ജീവിത ക്രമീകരണത്തോടെ ജീവിക്കുന്ന തരണമുണ്ട് കുറച്ച് പേരുണ്ട്. മലയാളി പെന്തക്കോസ് പഠിക്കുമ്പോൾ അതിൽ നമ്പർ 1 IPC, ഇന്ത്യൻ പെന്തക്കോസ്. മോഡേൺ ആൾക്കാരെ പറയും ഇന്ത്യൻ പെന്തക്കോസ്. പഴയ അപ്പച്ചന്മാർ പറയും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ. അഭിനന്ദിക്കുന്നു. കുംഭനാസ്ഥാനമായി ഒരു പ്രാരംഭ സമയത്ത് എത്രയോ ദൈവദാസന്മാർ കഷ്ടപ്പെട്ട് വില കൊടുത്തു. സാറപ്പച്ചൻ അവരുകൾ കൊടുത്തറ ഉമ്മച്ചായന്റെ സ്ഥലം എത്ര കുട്ടിയച്ചന്മാർ മൊത്തം കുട്ടിയച്ചൻ, നെന്മാന കുട്ടിയച്ചൻ, കുന്നത്തക്കര കുട്ടിയച്ചൻ, കുറ്റു കുട്ടിയച്ചൻ, മംഗലത്തി കുട്ടിയച്ചൻ, തൃക്കണ്ണമംഗൽ കുട്ടിയച്ചൻ, മൊത്തം കുട്ടിയച്ചൻ, എത്രയോ കുടാക്കൻ, ഉള്ളായം ചെറിയാച്ചൻ, ചേട്ടക്കൻ, കീവറിച്ചൻ, അഷ്ടമുടി ഉമ്മച്ചൻ, കൊടുത്തറ ഉമ്മച്ചൻ,
ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അഭിനന്ദിക്കുന്നു. കേരള പെന്തക്കോസ്ത്, മലയാളി പെന്തക്കോസ്തിൽ ഉപദേശങ്ങൾക്ക് വേണ്ടി വളരെ തീവ്രതയോടെ വാദിച്ച പിതാക്കന്മാർ അഭിനന്ദിക്കേണ്ട കാര്യം. IPCC പഴയ സഭകളൊക്കെ ചെന്ന് പ്രവചനവാദമായി എന്ന് പറഞ്ഞ് ഇഷ്ടമാ വെള്ളത്തിലൊന്നുകൂടെ അന്ന് പറഞ്ഞു വേണ്ടവർന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. PMP അവർ ഇരുന്ന സ്ഥലത്ത് ഓരോ പ്രവർത്തകർ എന്ന് പറഞ്ഞു മകനെ മൂലപ്പെട്ടൊടുങ്ങി വരുന്നത് പോലെ. അപ്പത്തെ പറഞ്ഞു കുറവെടുത്തേച്ച് നീ അവിടെ പൊടിഞ്ഞു വരിക. അതൊക്കെ വേറെ സഭകളിൽ അഭിനന്ദിക്കുന്നു IPC. പക്ഷെ അതിനകത്ത് ഉടുപ്പും മലിനമാകാത്ത തരണമുണ്ട്. വോട്ട് പിടിക്കാനും ആള് കളിക്കാനും കസേര കളിക്കാനും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആള്. ഉടുപ്പ് മലിനമാകാത്ത തരണം ഉണ്ടെന്നാ ചോദ്യം. സ്തോത്രം. തൊട്ടുതാടിയ ഷാരോൺ സഭ, അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന തോമാചായൻ മൺമറഞ്ഞു. അയ്യാവുള്ള സാറിന്റെ മകൻ ചെട്ടിമുക്കിന് അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ തന്റെ സഹോദരൻ പീജാദാനിയൽ സാറ് പെന്തക്കോസ്ത് ചേർത്തുകൊണ്ട് സ്ഥാപനം PC മാനൂർ അമ്മായി തോമാചായൻ ഒരു കാര്യം ഇന്ന് അമേരിക്കയിലുള്ള പല മില്ലന്മാരും അമേരിക്ക ചെല്ലാൻ കാര്യം ദൈവം കഴിഞ്ഞ തോമാചായൻ. ദൈവം കഴിഞ്ഞ എന്നാ നടന്നേക്കുന്നാണ് നീ വാ വളവിന് വെച്ചു എന്നാണ് അതൊന്നും എനിക്ക് എന്നോട് പറഞ്ഞു. ഷാരോൺ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭ. എനിക്ക് തോമാചാൻ ഉള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം. അദ്ദേഹം അന്ന് ഷാരോൺ സഭ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഒരു നിബന്ധന, ഷാരോൺ സഭയ്ക്ക് സഭാതോട് പണിയുന്നെങ്കിൽ വാങ്ങുന്നെങ്കിൽ റോഡ് സൈഡ് റോഡ് സൈഡ്. നിങ്ങൾ ആ കാലത്ത് നമ്മുടെ ഷാരോൺ സഭ എല്ലാം നോക്കി എല്ലാം റോഡ് സൈഡ്. നമ്മുടെ റോഡിൽ കൂടെ റോഡ് ചെല്ലണമെങ്കിൽ റബ്ബർ തോട്ടം വരെ കയറി കാല് തെറ്റാതെ സൂക്ഷിച്ച് റബ്ബർ തോട്ടം വരെ കയറി അവിടെ ചെന്നപ്പോൾ 18 സ്റ്റെപ്പ് കയറി അവിടെ ചെന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഷാരോൺ. നല്ലതാ. പക്ഷെ അതിനകത്ത് ഉടുപ്പ് മലിനമാകാത്ത എത്രണ്ണം ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. കല്ലുമല കുഞ്ഞുമോനിച്ചായൻ സ്ഥാപിച്ച സഭ, കല്ലുമല സഭ എന്നാ പൊതുവെ പറയുന്നു. നിങ്ങളെവിടെ സ്ഥലത്തിന്റെ പേര് കുഞ്ഞുമോനിച്ചാൻ നന്നായിട്ട് ഉപദേശ സത്യം പറയുന്നതാണ്. നല്ല മനുഷ്യൻ കർക്കശമായിട്ട് പറയുമായിരുന്നു. അതിനകത്ത് മലിനമാകാത്ത തരണം. അതിനോട് കിടപിടിക്കുന്ന സഭയാ WME. കരിയമ്പുഴ ആസ്ഥാനമായി മൺമറഞ്ഞ CS മാത്യുവിനാൽ സ്ഥാപിച്ച ദൈവസഭ WME. അന്നത്തെ കാലത്ത് അദ്ദേഹം എത്ര കൊല്ലം മുമ്പ് അമേരിക്കയിൽ കൂടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റി നിങ്ങൾ ചരിത്രം വായിക്കുന്നവർക്ക് അറിയാം. സന്ധ്യയ്ക്ക് പ്രസംഗം നടത്തി നേരെ പ്രസംഗം നടത്തില്ല. നല്ല പാട്ട്
CS ഇപ്പോൾ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് OM രാജകുട്ടി അവർ അഭിനന്ദിക്കുന്നു. സഭ എവിടെ തുടങ്ങി? ആരൊക്കെ ഉണ്ട്? അയാളും പെമ്പിളയും 2 കൊച്ചുങ്ങളും. മൂത്തവൻ വരികയല്ല, അവൻ വേറെ സഭയില്ല. അപ്പം അത് പറഞ്ഞു പോകും, ഞാൻ ഇടയ്ക്കൊന്ന് കയറിയെന്നുള്ളത്. അതുപോലെ തന്നെ TPM സഭ, TPM പണ്ട് CPM ആയിരുന്നു, സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ. അതിപ്പോൾ ആ പേരിന്റെ പ്രശ്നം, തമിഴ്നാട്ടിലെ പ്രശ്നം വന്നപ്പോൾ പേര് മാറ്റി TPM, ദ പെന്തക്കോസ്റ്റ് മിഷൻ. സ്ഥാപകൻ പാസ്റ്റർ പോള്, അത് പിന്നിട്ട പേരാ. അദ്ദേഹത്തിന്റെ പണ്ടത്തെ പേര് രാമൻകുട്ടി. മറ്റേത് വേലുത്തമ്പി, ഇത് രാമൻകുട്ടി. അത് പഴയ ആൾക്കാരെല്ലാം എല്ലാവരും ഈ മാർഗത്തിൽ നിന്ന് വന്നവരാ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാ പിന്നെ തോമാച്ചാന്റെ അപ്പൻ ഹിന്ദു ആയിരുന്നു, അയ്യാപിള്ള സാറ്. PM ഫിലിപ്പിന്റെ പിതാവ് പൊടിമല മത്താച്ചൻ, അവർ അഞ്ചരക്കാരായിരുന്നു. PM ഫിലിപ്പ് ആണെന്ന്, പഴയ പേര് രാമച്ചവെന്നാണ്. നമ്മുടെ വിഷയമല്ല. ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിയണം. നിന്നോട് ചോദിക്കുക എന്നാ ബെന്തിക്കോസ എന്നാ മേൽ ചോദിച്ചേക്ക, ഞാൻ ബെന്തിക്കോസാ. അറിയണ്ട കാര്യങ്ങൾ. പാസ്റ്റർ പോള് രാമൻകുട്ടി തൃശ്ശൂർ എങ്ങണ്ടിയുകാരനാ. സിലോണിൽ പോയ കാലത്ത് CMSലെ ഒരു ഉപദേശിയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയിൽ വന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, അദ്ദേഹത്താൽ തുടങ്ങിയ സഭയാ. പണ്ട് CPM, അതിപ്പോ TPM. നല്ല സഭയാ. ഇപ്പോൾ അതിന്റെ ചീഫ് പാസ്റ്റർ ഏബ്രഹാം അവർകൾ, പള്ളിപ്പാട്ട് ആളൂര്. ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമാച്ചായൻ, ആൽപ്പാറക്കാരൻ. അദ്ദേഹത്തിന്റെ അമ്മാച്ചനായിരുന്നു TV തോമസ്, മേൽപ്പാടം. അനുഗ്രഹിക്കപ്പെട്ട സഭയാ. എന്റെ ചോദ്യം, അതിനകത്ത് ഉടുപ്പും മലിനമാകാത്ത എത്ര എണ്ണം ഉണ്ട്? ഈ ഉടുപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. അത് നല്ല എന്തോ വെണ്മയാണെന്നറിയാമോ? ട്യൂബ്ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ആ ഉടുപ്പല്ല, ജീവിതമാകുന്ന ഉടുപ്പ്. അത് മലിനമാകാത്ത എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ഇന്ന് രാത്രി അടിമാലി പെന്തക്കോസ്ത് ഐക്യവേദിയോട് ചോദിക്കട്ടെ, ദൈവദാസന്മാര് എല്ലാ സഭ, മറ്റൊത്തിരി സഭകളുണ്ട്, പേര് പറയാൻ നേരമില്ലാത്ത കൊണ്ടാണ്. നിങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. അതല്ല വിഷയം. ഇതിനകത്ത് ഉടുപ്പും മലിനമാകാത്ത എത്ര പേരുണ്ട്? അവരെ ആ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. കുറച്ച് പേരുണ്ട്. ചർച്ച് ഓഫ് ഗോഡിലും കുറച്ച് പേരുണ്ട് മലിനമാകാത്ത. IPCയിലും കുറച്ച് പേരുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിലുമുണ്ട്. അഖിലേന്ത്യയിലും ന്യൂന്ത്യയിലും ബൈബിൾ ചർച്ചിലും ഒക്കെ TPMലും ഒക്കെ കുറച്ച് പേരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അവിടെവിടങ്ങളിൽ വിശുദ്ധിയോടെ, വേർപാടോട്, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, പ്രാർത്ഥനയോടിരിക്കുന്ന ചില ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇത് പോകുന്നത്. അല്ലാതെ നിന്റെ കാശിന്റെ മുഷ്കല്ല, നിന്റെ കാര്യബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, MLAയോ മന്ത്രിയോ MP യോ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല സഭ പോകുന്നത്. അല്ലല്ല, സഭ പോകുന്നത് ഇതിങ്ങനെ ഇത്രത്തോളം വന്നത് മലിനമാകാത്ത കുറച്ചു പേർ, ആരും അറിയാത്തവർ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ആരാലും അറിയപ്പെടാത്ത ചില മാതാക്കളും ചില പിതാക്കന്മാര്, ചില സഹോദരങ്ങൾ അവിടങ്ങളിൽ മലിനമാകാത്ത കുറെ പേർ കരയുന്നത് കൊണ്ടാ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. ആ പഴയ പാട്ടിന്റെ വരി കൊണ്ട് പാടുക. മാലിന്യപ്പെട്ടിടാതോടിടുക മണ്ണവാളൻ വരവേറ്റു പോയി. ഓ മാലിന്യപ്പെട്ടിടാതോടിടുക മണവാളൻ വരവേറ്റു പോയി. ആശ്വസിക്കാൻ ഒരു
സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചു പോയ ആമേൻ. അടുത്തത് ആക്ഷേപമാണ്. ഒന്ന് പരിചയപ്പെടുത്തൽ, രണ്ട് അഭിനന്ദിച്ചു, മൂന്ന് ആക്ഷേപമാണ്. ആക്ഷേപം എല്ലാം കൊണ്ട് സൂക്ഷ്മ യേശു ആക്ഷേപിച്ചു. ആ 3-ാം അധ്യായത്തിന്റെ 1, 2 ഓടിച്ചു വായിച്ചോ, വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിച്ചങ്ങ് വിടുക. ആക്ഷേപം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും ഓടിച്ചു വായിക്കുമോളെ 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചു. അത് ആക്ഷേപമാണ്. നിനക്ക് ജീവനുണ്ടെന്ന് പേരാ, പക്ഷെ നീ മരിച്ചിരിക്കുക. നീ പെന്തിക്കോസാ, പക്ഷെ പെന്തിക്കോസ് അനുഭവം നിനക്കില്ല. നീ ബാറ്റ് കുത്തിയിട്ടുണ്ട്, പക്ഷെ പെന്തിക്കോസ് അനുഭവം ഇല്ല. നിന്നെ സെക്രട്ടറി ആക്കി, ട്രഷറർ ആക്കി, കമ്മിറ്റി കയറ്റി, പക്ഷെ നിന്നെ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചവനല്ല. നീ തനി ഗുണ്ടയാ. അഖിലേന്ത്യാ പെന്തക്കോസ് ഐക്യവേദിയുടെ ഗുണ്ട. കമ്മിറ്റി കൂടിയാൻ പറഞ്ഞു, ഒരു ഗുണ്ടയെ നമുക്ക് ഇരിക്കട്ടെ, അഥവാ ഒരു അടിപിടി കേസ് ഉണ്ടായാൽ അവൻ കയറി. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്ക് ഗുണ്ടേ വേണ്ട, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നവന് മതി. ഇത് ഗുണ്ടകളാൽ ഉണ്ടായ പ്രസ്ഥാനം അല്ലല്ലോ. യേശുക്രിസ്തു വന്ന അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല്. ആ മൂലക്കല്ലുണ്ട് അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര് വന്ന അടിസ്ഥാനത്തിൽ ഇത് പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പോലീസ് അല്ല ഇത് പണിയുന്നത്. അല്ല, വിജിലൻസ് അല്ല സഭ പണിയുന്നത്. ഇപ്പൊ കൺവെൻഷൻ വെക്കുമ്പോ വിജിലൻസ് കമ്മിറ്റി എതിരാണ്. വിജിലൻസ് കമ്മിറ്റി എന്നിട്ട് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവൻ രാത്രി ആയപ്പോ 4 ലോറി ഗുണ്ട. സഭയ്ക്ക് എന്തിനാ ഗുണ്ട? ഞാൻ നിർത്തട്ടെ, അതായിരിക്കും നല്ലതെന്നായിരിക്കും അല്ലേ? എന്നാ പറ, നിങ്ങളുടെ അഭിപ്രായം പറ. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ നിർത്തുന്നതായിരുന്നു. സഭയ്ക്ക് ഗുണ്ടകളെയല്ല ആവശ്യം, പ്രാർത്ഥിക്കുന്നവരെയാ, ആരാധിക്കുന്നവരെയാ, സ്തോത്രം പറയുന്നവരെയാ, പരിശുദ്ധാത്മാവിൽ നിറയുന്നവരെയാ. പണമല്ല സഭയ്ക്ക് ആവശ്യം. പണമല്ല, ആൾബലമല്ല, കായബലമല്ല, രാഷ്ട്രീയ സ്വാധീനമല്ല സഭയ്ക്ക്. സഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ ആരാധിക്കുന്നവനെ. മഹത്വം, 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല. അത്യാവശ്യം വാഹന സൗകര്യം ഇല്ലാത്തവര് പോകേണ്ടവരുണ്ട്, നിങ്ങൾക്ക് പോകാം. അത്യാവശ്യം ഒന്നുമില്ല, വണ്ടിയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുമല്ലോ. അത്യാവശ്യമുള്ളവർക്ക് പോകാം, അത് പിണങ്ങി പറഞ്ഞതല്ല. നിങ്ങൾക്ക് വണ്ടി കിട്ടില്ല, അയ്യോ അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി, അതാ ഞങ്ങൾ വണ്ടി കിട്ടാതെ ഇപ്പം അടിമാലി കടന്ന് കറങ്ങുന്നേ. പിന്നെ വണ്ടി ഉള്ളവര് മാപ്പിളം പെമ്മളം കൂടെ പമ്മി പോകരുത്. ആ ഏരിയയിലുണ്ട്, അവരെയും കൂടെ വണ്ടി പുറകിൽ സീറ്റിലുണ്ട് 2-3 പേരെ. അത് ഇരുത്തണം, അങ്ങനെയുള്ളവർ ഇരുത്തണം. ഇവിടെ ഈ കിച്ചനോടെ കേട്ടേച്ച് പോയാൽ മതി. നാളെ എന്നെ വിളിക്കും, നാളെ ബഹുമാനപ്പെട്ട PC ചെറിയാനാന്ന് തോന്നുന്നത്. അദ്ദേഹം വേറൊരു മെത്തേഡാ. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും ഒക്കുള്ളൂ, വേറെ ആരും പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവരെ ഏൽപ്പിച്ച വേറൊരു നിലയിലെ ശുശ്രൂഷ, അത് അവര് മഹത്വരമായിട്ട് ചെയ്യട്ടെ. ഇതൊക്കെ പറയാൻ ഈ പരുവത്തിന് ഞാൻ വന്നെങ്കിലേ ഒക്കുള്ളൂ. ഇത് ഈ കണ്ണം പാസ കിട്ടാ, ഇത് ഏക്കുവോ? എഴുന്നേറ്റേ ഏക്കത്തില്ല. ഇത് ഞാനിട്ടെങ്കിലേ ഇരുന്നു. ഈ പരുവത്തിന് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. സ്തോത്രം. അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ അദ്ദേഹം ചെയ്യട്ടെ. ജോർജാനെ ഏൽപ്പിച്ച ശുശ്രൂഷ ജോർജാൻ ചെയ്യട്ടെ. മാന്യകർത്തദാസന്മാരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യട്ടെ. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. ഇഷ്ടമുണ്ട് നീ വിളിച്ചാ മതി. പൂർണ്ണ മനസ്സുണ്ടേ വിളിച്ചാ മതി. നിന്റെ കസർത്തൊന്നും കണ്ട് ദൂത് മാറ്റത്തില്ല. നീ അടിമാലിലെ നമ്പർ 1, നീ വലിയ ജമ്പ് വെച്ച് ആൾക്കാരെ വിളിച്ച് ഊട്ടിക്കോണം. ഇത് വേറെ പുസ്തകത്തിന്റെ പ്രമാണമായി പറയാന്ന്. ദൈവത്തിന് ആവശ്യം മലിനമാകാത്ത കുറെ പേര് വേണം.
അപ്പൊ ആക്ഷേപമാണ് വായിക്കുന്നത്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാ, നീ ചത്തവനാ. നീ പെന്തിക്കോസി വെറുതെ വന്നിരിക്കുന്നേ ഉള്ളു. നീ ഇന്ന് വരെ ആയത്ത് കൈയടിച്ചിട്ടുണ്ടോ? നീ 90 കിലോ ഉണ്ടല്ലോടാ തങ്ക. 1.5 കണ്ടി കപ്പയെ നീ അങ്ങ് തിന്നും. അതിനടുത്ത മുളകുടച്ചതും പോത്തും. ഏഷ്യാണോ? അതെന്തുവാ? കപ്പ ബിരിയാണി. അതാണോ? സ്തോത്രം. എന്തൊരു പാട്ടോ! നീ ഇന്ന് വരെ ആയത്തൊരു, നീ കമ്മിറ്റിയിലുള്ള ആളാ, നീ ഇന്ന് വരെ ആത്മാവിലായിട്ടുണ്ടോ? ഉണ്ടോ? പറ. ആത്മാവിലായിട്ടുണ്ടെങ്കിൽ കൈ എടുത്ത് പറ, ഞാൻ ആത്മാവിലായിട്ടുണ്ടെന്ന്. ഞാൻ തിരിഞ്ഞു നിന്നേക്കാം. നീ പെന്തിക്കോസ് എന്ന പേരല്ലേ ഉള്ളൂ. നീ ആത്മാഭിഷേകം പ്രാപിച്ചോ? നീ ആദ്യത്തെ 2 പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞ ചെല്ലടാ വരുന്നത്. പമ്മി പമ്മി കുറുക്കം വരും പോലെ. ആദ്യത്തെ 2 പാട്ടല്ലേ നമ്മുടെ സാധാരണഗതിയിൽ ആത്മാവിലാകാനും പാടാനും ആരാധിക്കാനും ഉള്ള നല്ല സമയമല്ലേ? നീ അന്നേരം മുറുക്കാൻ കട നിന്നേച്ച് സങ്കീർത്തനം വായിക്കാൻ നേരത്ത് പമ്മി കൊളക്കോടി വരും പോലെ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ ചത്തതാ. അതാ നിന്നെ പറ്റിയുള്ള ആക്ഷേപം. പക്ഷെ ഇന്ന് രാത്രി ഈ യോഗം കഴിയുമ്പോൾ നിന്റെ നിർജീവാവസ്ഥ മാറി ആത്മാവിൽ ബലപ്പെട്ട് പെന്തിക്കോസിന്റെ അനുഭവം പ്രാപിച്ച് ഇന്ന് രാത്രി തിരികെ പോകണം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ പെന്തിക്കോസ് ഐക്യവേദി എന്നല്ലേ? പെന്തക്കോസ്താ ആക്ഷേപമാ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ ഉണർന്നുകൊള്ളുക. അത് ഉണരണം. പിന്നെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിന്റെ പ്രവൃത്തി ഒന്നും പൂർണ്ണതയുള്ളതല്ല. അതാ ആക്ഷേപം. ഞാൻ അങ്ങ് നിർത്തുക. അല്ലേ 10 നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ആക്ഷേപം പറയുക. നീ പെന്തിക്കോസ് എന്ന പേരേ ഉള്ളു. നിന്റെ ഹോളിന്റെ വാതിക്കലുണ്ട് പെന്തിക്കോസ് എന്ന്. അകത്ത് പെന്തിക്കോസ് ഇല്ലെന്ന് ഹോളിനകത്ത്. നിന്റെ ഹോളിന്റെ ഫ്രണ്ടിൽ വലിയ ബോർഡർ വെച്ചോണ്ട് പെന്തക്കോസ്ത്. അകത്തോട്ട് കയറിയ പെന്തിക്കോസ് ഇല്ലെന്ന്. ഇന്ന് രാത്രി ബോർഡ് ഇല്ലെങ്കിലും അകത്ത് പെന്തിക്കോസ് ആയിരിക്കണം. സ്തോത്രം. അകത്ത് പെന്തിക്കോസ് ആയിരിക്കണം. മതിലെ വാക്യം എഴുതിയാ പോരാ, നിന്റെ ഹൃദയത്തിനകത്ത് വാക്യം എഴുതണം. മതിലിനെ ചുറ്റും വാക്യം എഴുതിയിരിക്കുക. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും. ഈ കാര്യം വേറെ ആരോടും പറയുന്നുണ്ടോ? നിന്റെ അനിയനോടോ ചേട്ടനോടോ പെങ്ങളോടോ ബന്ധുക്കാരോടോ? അവരുമായിട്ട് നീ മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? കർത്താവ് വിളിച്ചെന്നും പറഞ്ഞ് അന്ന് പോയല്ലോ. ഉള്ള വസ്തു മിച്ചേ അവരോട് മിണ്ടിയില്ലല്ലോ. അയലത്തുകാരോട് മിണ്ടുന്നില്ലല്ലോ. മതിലെ മുഴുവൻ മാറ്റി എഴുതി വെച്ചിരിക്കുക. കിണറ്റിൻകര വകെ ഈ വെള്ളം കുടിക്കുന്നവനല്ല. അപ്പൊ ആരും വെള്ളം ചോദിച്ചും വരികയല്ലോ. കാരണം ദാഹിക്കുന്ന. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് വീടിന്റെ ഫ്രണ്ടിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു? അകത്തോടെ ചെന്നപ്പോ പട്ടി അഴിച്ചു വിട്ടേക്കുന്നത് എന്നതാടാ. ഗേറ്റ് പൂട്ടി വെച്ച് 3 ഇന്നലെ പട്ടിയുടെ പേര് പറഞ്ഞല്ലോ, ജർമ്മൻ ഷെപ്പേർഡ്. എന്നുവെച്ച് വാക്യം എഴുതി വെച്ചിരിക്കുക. എന്തിന് പുറത്ത്? പട്ടിയുടെ കളിയുള്ളാനോ? നിനക്ക് പേരേ ഉള്ളൂ, നിനക്ക് പെന്തിക്കോസ് ഇല്ല. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചു പോകുമെന്നല്ല, പ്യുവർ പെന്തിക്കോസ് ആയിട്ട് പോണം. നാളത്തെ റാലി സകല അടിമാനുള്ള സകല പെന്തിക്കോസുകാരും വരണം. വരണം. നീ വളച്ചലെടുക്കരുത്. സകല പെന്തിക്കോസുകാരൻ സഭ വ്യത്യാസം കൂടാതെ. എന്റെ അഭിപ്രായം പറയാം, എല്ലാരും വെള്ള വസ്ത്രം ധരിച്ച് വിശേഷിച്ച് പാസ്റ്റർമാര് ഈ ഉമ്മ ഗുണ്ട വരും പോലെ വന്നേക്കരുത്. എനിക്ക് നേരെ കണ്ടില്ല, ഞാനിവിടെ നാളെ വന്നേനം. എനിക്ക് നാളെ പകല് 3 അടക്കത്തിനും പോണം. പിന്നെ
കായംകുളത്ത് യോഗമുണ്ട്, വൈകിട്ട് തിരുവനന്തപുരത്തുണ്ട്. അല്ല, എനിക്കിഷ്ടമാണ്. സ്തോത്രം. നീ സകല പെന്തിക്കോസുകാരും നാളെ റാലിക്ക് വരണം. വാക്യം വിളിച്ച്, മൗനയാതെയല്ല, എൻ്റെ വാക്യം പറയാം, എൻ്റെ അഭിപ്രായമാണ്. വാക്യം വിളിച്ച് പറയണം. പിന്നെ അല്ല, മറ്റേ വിഷയത്തിലായിരിക്കും അല്ലേ? ആ, ആയിക്കോട്ടെ. എന്നാലും വരണം എല്ലാവരും. സകല പെന്തിക്കോസുകാരും വരണം. എല്ലാ പാസ്റ്റർമാരും വരണം, പാസ്റ്റർമാരുടെ ഭാര്യമാരും വരണം, പിള്ളേരും വരണം. ആ, പെന്തിക്കോസായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആക്ഷേപം പറയുകയാ, നിനക്ക് ജീവനുണ്ടെന്ന് പേരെയുള്ളൂ, പക്ഷെ നീ ഇനി അടുത്തൊരു പ്രബോധനം ഓടിച്ചു പറഞ്ഞ് നിർത്താം. എന്തായാലും കൃത്യം 10 നിർത്തും. കൃത്യം 10 നിർത്തും. കൃത്യം 10 പറയണേ. കൃത്യം 10 ആകുമ്പം നീട്ടിയിട്ടേക്കാം, ഒന്ന് വലിച്ചേക്കണം. കൃത്യം 10 ആകുമ്പം അടുത്തത് പ്രബോധനം. ആ 3:3 വായിച്ച പ്രബോധനം. 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. പ്രബോധനം എന്നാന്ന് ചോദിച്ചാൽ, നീ പ്രാപിച്ചത് കാത്ത് മാനസാന്തരപ്പെട്ടു നിന്നോണം. നമ്മൾ പ്രാപിച്ചത് കാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാപിച്ചത് വിലയേറിയ വിശ്വാസം പ്രാപിച്ചിരിക്കുക. നീ ആ വിശ്വാസം കാത്തു നിൽക്കണം എന്ന് പറഞ്ഞ പെന്തിക്കോസ് വിശ്വാസം അത് കാക്കണം. നമ്മുടെ വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം യൂദയുടെ ലേഖനത്തിൽ, അവൻ അതിവിശുദ്ധ വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്നതല്ല, ഒരിക്കലായി പരമേൽപ്പിച്ചതാ. മെയിൻ പാസ് അമേരിക്ക പോയിച്ചു വന്നപ്പോൾ പറഞ്ഞു, അവിടെ ഇങ്ങനെ നമുക്കും ഇങ്ങനെ. അങ്ങനെ മാറ്റുന്നതാണോടാ പെന്തിക്കോസ്? ഞാൻ അയർലൻഡിൽ ചെന്നപ്പോ കണ്ടു. അങ്ങനെ അവിടെ എന്തെല്ലാം കണ്ടതല്ല ഇവിടെ പോക്കുവോ? അയർലൻഡിൽ കണ്ടതല്ല ഇവിടെ പോക്കുവോ? ഞാൻ കാലിഫോർണിയയിലായിരുന്നപ്പോൾ എവിടെയാലും പോവും. അവിടുത്തെ ഒന്നും ഇവിടെ വേണ്ട. നല്ല കാര്യം പകർത്ത്, അത് നല്ലതാ. ഒന്നും പാടില്ല. ഇത് ആഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മളെ ലളിതമായ ഭാഷ, നാടൻ ഭാഷ. മോനെ, കുഞ്ഞെ, അച്ചായ, നിങ്ങൾ അതെ, പുസ്തകമൊക്കെ നല്ല ഞാൻ വായിക്കും, കേൾക്കുകയും ചെയ്യും. ഈ റേഡിയോയിൽ കൂടെ ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു. അന്ന് റേഡിയോ അല്ലേ കൂടുതൽ. അതെ, പുള്ളിക്ക് പൂതികളാണോ? പുള്ളി കൂടെ ഉള്ളവരോട് പറഞ്ഞു, നമുക്ക് ഷർട്ട് വേണ്ട, ജിബ്ബ മതി എന്ന് പറഞ്ഞു. അതെ, എനിക്ക് കാലിന് വേദന. പുള്ളി പറഞ്ഞു, നമുക്ക് ഷർട്ട് വേണ്ട, ജിബ്ബ മതി. ഉടനെ അനുയായികളെല്ലാം ജിബ്ബായിട്ടു. ജിബ്ബായിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, നമ്മളെ ജിബ്ബായിക്ക് ചൂടെ ഇറക്കം വെക്കുന്നത്. നേരത്തെ കൈ തെറുത്ത് വെച്ചതാ, തെറുപ്പ് അങ്ങ് നിവർത്തു. ഒരാഴ്ച കഴിയുമ്പോഴാണ്, ഒരാഴ്ച കൈ തെറുത്തത് അങ്ങ് നിവർത്തു. ഉടനെ പുള്ളി പറഞ്ഞു, നമുക്ക് എന്നാ കുറച്ചുകൂടെ ഇറക്കം വെക്കുന്നത്. ഈ കൂടെയുള്ളവരെല്ലാം ഇത് ചെയ്യുന്നുണ്ടോന്നുള്ളതാ. കുറച്ച് കഴിഞ്ഞ പുള്ളി പറഞ്ഞ്, ഒരു കാര്യം ചെയ്യേ, ഇതിനടിയില് എല്ലാം ഒറ്റയൊരെണ്ണമാക്കാം, മൊത്തം അങ്ങാക്കി. ഇടയ്ക്കൊരു 2 കയറ് ഞാനും കിടപ്പുണ്ട്. കന്നാലിയെ കെട്ട. എടാ, ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഒരിക്കലായി ആഴ്ച മാറ്റുന്നതാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഞാൻ വൈരാഗ്യത്തോടെ എനിക്ക് സഹതാപം. പിന്നെ നല്ലതാ, നീർക്കോലി വല്ലതും വരികയാണ്. എന്തോ ഒരു ഗതികേടാന്നു. കുറച്ചാൽ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ചാൽ മിണ്ടരുത്. എടുത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത കയറി പറയരുത്. കൊച്ചുങ്ങളെടുത്ത് നല്ല താങ്ങും.
എനിക്കിതൊന്നും വിഷയമല്ല, നമ്മളെ ഇങ്ങനെ വിട്ടേക്കുന്നതാ. ഞാൻ വീട്ടിലാണെങ്കിലും ചെല്ലാന്നും പറഞ്ഞൊന്നുമല്ല ഇങ്ങോട്ട് പോന്നേക്കുന്നത്. യോഗത്തിന് പോകാന്നേ പറഞ്ഞോളൂ, തിരിച്ചു വരാനൊന്നും ഓർച്ചാൻ അങ്ങനല്ല, കൊച്ചുങ്ങൾ കുഴയും. ഞാൻ ചാടുന്ന കണ്ടോട് ഓർച്ചാൻ ചാടരുത്, അത് നിങ്ങൾ ശരിയാക്കും. നമ്മൾ പിന്നെ ഇങ്ങനെ ഏൽപ്പിച്ച് വിട്ടേക്കുന്നതുകൊണ്ട് വടിയും പിടിച്ചോണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ കാര്യം തന്നെ പറയാ. പുള്ളി ആരും വിളിക്കാനില്ല തിരുമേനിന്ന് പുള്ളി പറയാ. തിരുമേനിയോട് ഈ ദിവസങ്ങളിൽ ഒരാൾ ചോദിച്ചു, ആരും വിളിക്കുന്നില്ല, പുള്ളി തന്നെ താനും തന്നോട് തന്നെ. ഇതാഴ്ചയിലാഴ്ചയെ മാറ്റുന്ന വിശ്വാസമല്ല, ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാ. ഈ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. വില കൊടുക്കണം, നെഞ്ചും നെറ്റിയും കൊടുക്കണം. ആ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടി നിൽക്കുമ്പോൾ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് പോലെ നിനക്ക് ലഭിക്കാനുള്ള ഓഹരിയോ നന്മയോ ചിലപ്പോൾ തന്നില്ലെന്ന് വരാം. നീ പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് ചിലപ്പോൾ നിനക്ക് വസ്തു പാകോടമ്പടി ചെയ്യുമ്പോൾ കിട്ടിയില്ലെന്ന് വരും, നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, നിന്നെ എല്ലാവരുടെ പഠിച്ചെന്ന് വരും, നിന്നിച്ചെന്ന് വരും. പക്ഷേ ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. എബ്രായ ലേഖനം വായിക്കുന്നത് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അങ്ങനെ സഹിച്ച് ജയിച്ച് ചെല്ലുന്നവർക്ക് നന്മ ദൈവം വെച്ചിട്ടുണ്ട്. ഇനിയും മുന്നറിയിപ്പും വിവേചനവും പ്രതിഫലമൊക്കെ പറയേണ്ടതാ. അതുകൂടെ പറഞ്ഞ ഇന്ന് 10 എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് ജയിക്കുന്ന കാര്യം എന്തൊക്കെ കിട്ടും ജയിക്കുന്നവർക്ക്? ഒരു 7 കൂടി അതിലെല്ലാം പറയാൻ നേരമില്ല. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. എല്ലാം പറയാൻ നേരമില്ല. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മന്ന തിന്ന ദൈവമക്കളുണ്ട്. അവര് തിന്ന് തോറ്റ് തുന്നം പാടി. പുസ്തകം പഠിപ്പിക്കുന്ന സകലയൊന്നോ മരുഭൂമിയിൽ പട്ടുപോയി. മന്ന തിന്ന പലരും പട്ടു. കാരണം ഇവര് വചനത്തെ അനുസരിച്ചില്ല, വചനത്തിൽ വിറച്ചില്ല, അതുകൊണ്ട് പട്ടുപോയി. എന്നാൽ ഇനി ജയിച്ചു ചെല്ലുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ ഇവർക്ക് മന്ന കൊടുത്തു. ഇവർ ആഹാരത്തിനായിട്ട് പിറുപിറുത്തു. ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പണ്ടപ്പരപ്പ് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ചോദിച്ചു, ഇതെന്താണെന്ന് വായിച്ചേ. പുറപ്പാട് 16:31 മന്നയെ പറ്റി അവിടെ ഒരു പരാമർശമുണ്ടല്ലോ, പെട്ടെന്ന് വായിച്ചു നിർത്താം. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്നയെ പറ്റി 3 സ്ഥലത്താ ഇസ്രായേൽ മക്കളുടെ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അടുത്തത് കൊത്തമ്പാലിന് പോലെയും വെള്ളം നിറമുള്ളതും. അത് കൊത്തമ്പാലിന് പോലെയും. മോക്കെന്നാ ഒരു മോളെ താഴോട്ട് വായിക്കാനാ ഞാൻ പറഞ്ഞു, മോളെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഷൂപ്പാസ് വായിച്ചു. ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേൽ മക്കൾ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. കൊത്തപ്പാലിന് പോലെയും വെള്ളം നിറമുള്ളതും തേൻകൂട്ടി ചേർത്ത ദോശയോടൊക്കെ രുചിയുള്ളതുമായ രുചി. ഇനി ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 8 വായിച്ച് വേറൊരു ടേസ്റ്റ് ആയിട്ട് അവിടെ പറയുന്നത്. സംഖ്യ 11-ന്റെ 8. പെട്ടെന്ന് ജനം നടന്ന് പെറുക്കി തിരികെ പൊടിച്ചിട്ടോ ഓരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പിടിങ്ങിട്ടോ അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്ത ദോശ എന്നാ വായിച്ചേ. ജനം നടന്നു പെറുക്കി തിരികലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. പുറപ്പാട് 16:31 തേൻ ചേർത്ത ദോശ. സംഖ്യ 11-ന്റെ 8 എണ്ണ ചേർത്ത ദോശ. സംഖ്യ 21-4 വായിച്ചേ. സംഖ്യ 21-4 മുതൽ വായിച്ചേ. പിന്നെ അവർ 7-ാം ദോശ ചുറ്റിപ്പോകുവാൻ പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ. എനിക്കൊന്ന് മുമ്പേ വായിച്ച 7-ാം ദിവസം ഒന്നാണോ അതോ എന്റെ ചെവിയുടെ കുഴപ്പമാണ്? എന്നാലും മോള് വായിച്ചോ. മോള് തന്നെ വായിക്കും. ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം. പുറപ്പാട് 16:31 തേൻ ചേർത്ത
സംഖ്യാ 11:28 എണ്ണ ചേർത്ത ദോശ. സംഖ്യ 21:4 വന്നപ്പോ എന്നാ പറഞ്ഞേ? എന്റെ കണ്ണം പാസ്റ്റർ, എനിക്കൊരു തമിഴ് പാട്ട് വരുന്നത്, കണ്ണേ നീ കാണും അതും എങ്കേ എങ്കേ, പഴയ പാട്ടാണ്. അപ്പൊ സംഖ്യ 21:4 വായിക്കുന്നത് സാരമില്ലാത്ത. അപ്പൊ പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, കുറച്ച് കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. ഒടുവിൽ പറയാ സാരമില്ലാത്ത ആകാരം വെറുപ്പാന്ന്. ഞാനിങ്ങനെ പറയാം, രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് പെന്തിക്കോസ് നല്ല തേൻ ചേർത്ത, എവിടെ യോഗം ഉണ്ടെങ്കിലും പോകും, എത്ര നേരം ഉണ്ടെങ്കിലും ഇരിക്കും, വണ്ടി വേണ്ട, വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പല് വേണ്ട, മാച്ച് ചെയ്യുന്ന ഒന്നും വേണ്ട. അന്ന് പാട്ടും അങ്ങനെ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ, അതിന് പൊട്ടുണ്ടാകുമെന്ന് പാടിയെന്നേ ഉള്ളൂ. സ്തോത്രം. അന്ന് തേൻ ചേർത്ത ആദ്യത്തെ പെന്തിക്കോസ്. രണ്ടാം തലമുറ വന്നപ്പം എണ്ണ, കീപ്പനാലിലെ അപ്പച്ചന്റെ കാലത്ത് തേൻ ചേർത്ത ദോശ. അപ്പച്ചൻ വില കൊടുത്തതാ, കുറ്റമായിട്ടല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. രണ്ടാം തലമുറയുടെ ഭാഗത്ത് വന്നപ്പോ എണ്ണ ചേർത്ത ദോശ. സ്തോത്രം. മൂന്നാം തലമുറക്കാരും നാലാം തലമുറക്കാര് ഇപ്പൊ പറയുന്ന, ഓ ഇത് വെറുപ്പാന്ന്. ഇത് സ്തോത്രം. മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല, മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല. കുഴപ്പം എനിക്കും നിനക്കുമാ. മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല, കുഴപ്പം എനിക്കും നിങ്ങൾക്കുമാ. ഇന്ന് രാത്രി നിന്റെ കുറവുകളും കുഴപ്പങ്ങളും കണ്ടുപിടിച്ച് അനുദമ ചേറ്റ് പറയുന്നെങ്കിൽ ഈ രാത്രി അവിടെ നിന്ന് നിന്നെ രുചിപ്പിക്കുന്ന രാത്രിയാ. 2-3 കാര്യം പറഞ്ഞു നിർത്താം. മന്നയെ പറ്റി മറഞ്ഞിരിക്കുന്ന മന്ന, അതിലോട്ട് പോകാൻ നേരമില്ല. ഈ ഇസ്രായേലിനൊക്കെ കൊടുത്ത മന്നയുടെ ഈ മന്ന യേശുക്രിസ്തുവിന് നിഴല. ആ മന്നയ്ക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന് നിഴല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം വെച്ചാത്തവൻ, പാപം അറിയാത്തവൻ, പാപം നീട്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അവനോട് തുലനം ചെയ്യാൻ ഒരുത്തനുമില്ല. മന്നയ്ക്കൊരു കുഴപ്പമില്ല, കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമാ. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴല. 1-2 കാര്യം പറയാം, അതിനെ നേരമുള്ളു. മന്നയുടെ വിശേഷത 1, ഇത് ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതാ. അങ്ങനെ പുസ്തകം. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചു. അത് ഉയരത്തിൽ നിന്ന് വന്ന മന്ന. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരെ താഴെ നിന്ന് മേളിലോട്ട് പോകാനിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, ക്രിസ്തുവേശു മാത്രം. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സമയമില്ല പാടാൻ. അപ്പൊ ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. അത് യേശുക്രിസ്തുവിന് നടല. ഫിലിപ്പിയ ലേഖനത്തിലെ എല്ലാം മനപ്പാടമാ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തു. മാത്രമല്ല ഈ മന്നയുടെ പ്രത്യേകത, 2 കാര്യം പറഞ്ഞ് നിർത്താം. ഒരു 2 മിനിറ്റ് ഉണ്ടോ? പറ. 3 മിനിറ്റ് കൊണ്ട് 2 പോയിന്റ് പറയാം. ഈ മന്നയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ ചെറുത കൊത്തമ്പാലരി പോലെ. ഏതാണ്ട് വേദ ചിന്തകന്മാരും വേദത്തെ പഠിച്ചവരും ഇതിനെപ്പറ്റി വിശകലനം ചെയ്തവർ പറഞ്ഞത് മല്ലിയുടെ വലിപ്പം ഉണ്ടെന്ന്. മല്ലിയ തമിഴിൽ അങ്ങനെയാണോ? എന്നാ മല്ലി, എനിക്കിതൊന്നും അറിയാൻ മേല. വലിയൊരു മല്ലി, കൊത്തമല്ലി. ചെറുതാ വലിയവനായ ദൈവം എന്നെ നിന്നെ രക്ഷിപ്പാൻ ചെറുതായി ഭൂമിയിൽ അവതരിച്ചു.
അഖിലാണ്ടങ്ങളുടെ കൂടെയവൻ, ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം. ബ്രഹ്മാണ്ടം, മാരണ്ടാണ്ടം, പ്രകൃതി ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡമ്പം, ഡമ്പണ്ട, ഡമ്പം, ടകടകടമ്പ്, ഡിംബാഡിംബം എന്ന അണ്ടഘടാകനെ 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കമാർ അകലത്തിൽ അനസ്കരം പ്രേക്ഷകർ എണ്ണിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായ 60 കോടി. ഇതൊക്കെ നിർമ്മിച്ച ചമച്ച് പടച്ചവൻ, മഹിമയുള്ളവൻ, ഉന്നതൻ, വലിയവൻ, എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. നക്ഷത്രങ്ങളൊക്കെ വാരി വരിക. ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്ര മടങ്ങ് നക്ഷത്രങ്ങളാ. ഒരു ചെറിയതാ ഭൂമി. ആ ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളമാണെന്നാ. ആ വെള്ളത്തിൽ 4